ഹായ് ഹലോ, മൈ നെയിം ഇസ് അജേഷ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ കഴിഞ്ഞ എക്സാമിൻ്റെ കെമിസ്ട്രി പേപ്പർ ഡിസ്കഷനാണ്. അതിൽ നമ്മളുടെ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ എക്സാം എഴുതിയതാണ്. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഡിസ്കഷനിൽ നോക്കുക. പിന്നെ നിങ്ങൾക്ക് കീ ഡീറ്റെയിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ട്രൈഡെൻഡേറ്റ് ലിഗാൻഡ്? ട്രൈഡെൻഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡെൻഡിസിറ്റി ഉള്ള ലിഗാൻഡാണ്. ദാറ്റ് മീൻസ് 3 ഡോണറാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. NO2- ഒറ്റ ഡോണറാറ്റമാണ് ഉള്ളത്, ഒന്നില്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ. ദാറ്റ്സ് വൈ ദിസ് ലിഗാൻഡ് ഇസ് കോൾഡ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ഒന്നില്ലെങ്കിൽ NO2- അല്ലെങ്കിൽ ONO-, പക്ഷേ ഇതൊരിക്കലും ട്രൈഡെൻഡേറ്റ് അല്ല. ദിസ് ഇസ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഒന്നില്ലെങ്കിൽ നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ. Then oxalate ion, that is COO- and COO-. This is didentate അല്ലെങ്കിൽ bidentate ligand ആണ്, 2 ഡോണർ ആറ്റങ്ങൾ. ഗ്ലൈസിനേറ്റ് അയോൺ, ഗ്ലൈസീൻ എന്ന് പറയുന്ന NH2CH2COOH ആണ്. ഗ്ലൈസിനേറ്റ് ആകുമ്പോൾ ഇതാണ് നൈട്രജനിലെ ലോൺ പെയർ ഡോണർ ആറ്റം, ഓക്സിജൻ്റെ നെഗറ്റീവ് ഡോണർ ആറ്റം, ആൻഡ് ദിസ് ഈസ് ഓൾസോ ബൈഡെൻഡേറ്റ്. ദെൻ ഡയീൻ, ഡയീൻ എന്ന് വെച്ചാൽ ഈൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. EN റെപ്രസെൻ്റ് ചെയ്യുന്നത് എത്തിലീൻ ഡൈയമീൻ ആണ്. ഇതോ ഡൈഎത്തിലീൻ ട്രൈയമീൻ ആണ് കേട്ടോ. ഡൈഎത്തിലീൻ ട്രൈയമീൻ, ഇതിനെ വിളിക്കുന്ന പേര് ഡൈഎത്തിലീൻ ട്രൈയമീൻ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഡൈഎത്തിലീൻ എന്ന് പറയുമ്പം CH2CH2 ഗ്രൂപ്പ് 2 CH2CH2 ഗ്രൂപ്പ് 2. ട്രൈയമീൻ എന്ന് പറയുമ്പം ഒരു NH2 ഇവിടെ, ഒരു NH2 ഇവിടെ, ദെൻ ഒരു NH ഇവിടെ. സോ ഇതൊരു ഡോണർ ആറ്റം, ഇതൊരു ഡോണർ ആറ്റം, ആൻഡ് ദിസ് ഇസ് അനദർ ഡോണർ ആറ്റം. സോ ദിസ് ഇസ് ട്രൈഡെൻഡേറ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം യൂണിഡെൻഡേറ്റ്, മറ്റേത് രണ്ടും ബൈഡെൻഡേറ്റ്, 4ാമത്തെ ട്രൈഡെൻഡേറ്റ്. പിന്നെ ഈ 2ാമത്തെയും 3ാമത്തെയും ബൈഡെൻഡേറ്റ് ആണെങ്കിലും ഒരെണ്ണം സിമ്മട്രിക്കൽ ബൈഡെൻഡേറ്റ് ആണ്. ഏത്? സെക്കൻഡ് വൺ. കാരണം അപ്പുറം ഇപ്പുറം ഒരുപോലെയാണ്. ഗ്ലൈസിനേറ്റ് ബൈഡെൻഡേറ്റ് ആണ്, പക്ഷേ അൺസിമ്മട്രിക്കൽ ബൈഡെൻഡേറ്റ് ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. എമംഗ് ദി ഫോളോയിങ് ദി സ്പീഷ്യസ് ഹാവ് സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ഈസ് എന്നാണ് ചോദ്യം. ഈസ് ഓർ ആർ അല്ലേ. ഇപ്പോൾ NiCN 4 × 2- ടെട്രാഹീഡ്രൽ കോംപ്ലക്സാണ്. അപ്പോൾ ഈ എല്ലാവരുടെയും കോർഡിനേഷൻ നമ്പർ 4 ആകുമ്പം ഒരു കൺഫ്യൂഷൻ വരും. ടെട്രാഹിഡ്രൽ ആണോ അതോ സ്ക്വയർ പ്ലെയിനാർ ആണോ എന്നൊരു സംശയം വരും. കാരണം കോർഡിനേഷൻ നമ്പർ 4 ആ 2 രീതിയിൽ വരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 എന്ന് പറയുമ്പോൾ 3D8 സിസ്റ്റം. 3D8 എന്ന് പറയുമ്പം അല്ലേ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ആണുള്ളത്. പിന്നെ ഇവിടെ സയനൈഡ് ഇസ് എ സ്ട്രോങ് ലിഗാൻഡ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്ന് പെയറപ്പ് ചെയ്യും. അങ്ങനെ പെയറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Dയിൽ 1 2 3 4 5 6 7 8 ഒരു D ഫ്രീ ആയി. പിന്നെ എസ്സും ഇപ്പുറത്ത് P 3 ഉണ്ട്. ഒരു Dയും ഒരു എസ്സും 2 Pയും കൂടെ DsP2. നിങ്ങൾക്ക് മൊത്തം 4 കോർഡിനേഷൻ നമ്പർ ആയതുകൊണ്ട് 4 ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണം. അപ്പോൾ അകത്തുനിന്ന് നിങ്ങൾക്കൊരു D കിട്ടി, ബിക്കോസ് സയനൈഡ് ഇസ് എ സ്ട്രോങ് ലിഗാൻഡ്. സോ DsP2 എന്ന് വെച്ചാൽ സ്ക്വയർ പ്ലെനാർ ആണ്. സോ 1 സ്ക്വയർ പ്ലെനാർ ജോമെട്രി ആണ്. അടുത്ത മാംഗനീസ് Br4 ആണ്. മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. +2 സ്റ്റേറ്റുള്ള മാംഗനീസ് എന്ന് പറയുമ്പോൾ 3D5 ആണ്. അപ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. ബ്രോമിൻ അല്ലെ ഹാലൈഡ് അയോൺസ് ആർ വീക്ക് ലിഗാൻസ് ആണ്. സോ നോ പെയറിങ് അപ്പ്. അപ്പോൾ ഇവിടെ നിന്നുള്ള എസ്സും Pയിൽ നിന്നുള്ള 3 കൂടെ എടുത്ത് sp3 ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യാനേ ഇയാൾക്ക് പറ്റുള്ളൂ. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് ടെട്രാഹിഡ്രൽ ജോമെട്രി. അടുത്തത് NiCl4 ആണ്. ഹിയർ അഗെയിൻ നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സോ ദിസ് ഇസ് ഓൾസോ 3D8 സിസ്റ്റമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ ആ ഒരു പെയറിങ് ക്യാൻസലായി പോയി. എന്തുകൊണ്ടാണ്? ബ്രോമിൻ അല്ലേ വീക്ക് ലിഗാൻഡ് ആയതുപോലെ തന്നെ ക്ലോറിൻ ഇസ് ഓൾസോ അനദർ വീക്ക് ലിഗാൻഡ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്കൊരു സ്പേസ് കിട്ടത്തില്ല. സോ യു ഷുഡ് സെലക്ട് sp3 ഹൈബ്രിഡൈസേഷൻ, ആൻഡ് ദിസ് ഇസ് ഓൾസോ നോട്ട് സ്ക്വയർ പ്ലെയിനാർ. ദെൻ അടുത്ത ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ 1 and 4 1 and 2 ഇങ്ങനെ 2 അപ്പോൾ എന്തായാലും 1 ഉറപ്പാണ്. അപ്പോൾ 1 and 4 2 and 3 അല്ല. ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും ചെയ്യാം. നിക്കൽ ഇവിടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്, ആൻഡ് നിക്കൽ ഈസ് ഓൾസോ 3D8. ദെൻ അമോണിയ വരുമ്പം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. അമോണിയ ഈസ് ആക്ച്വലി എ ബോർഡർ ലൈൻ ലിഗാൻഡ്. സംടൈംസ് ഇറ്റ് ഈസ് വീക്ക് ആൻഡ് സംടൈംസ് ഇറ്റ് ഈസ് സ്ട്രോങ് ആണ്, ആൻഡ് മോർ ഇറ്റ് ഈസ് സ്ട്രോങ് ആണ്. കൂടുതലും ഇത് സ്ട്രോങ് ലിഗാൻഡായിട്ടാണ് വർക്ക് ചെയ്യുക. വീക്കായിട്ട് വർക്ക് ചെയ്യുന്ന വളരെ കുറവാണ്. അപ്പം നിങ്ങളിത് ബോർഡർ ലൈൻ ആണെങ്കിൽ മോർ ടു ദി സൈഡ് ഓഫ് സ്ട്രോങ് ലിഗാൻഡിൻ്റെ ഫീൽഡാണ്. അപ്പോൾ ഇത് പെയറപ്പ് ചെയ്യും. Dയിൽ നിന്ന് ഒരെണ്ണം ഫ്രീ ആയി DsP2 ആൻഡ് ദിസ് സ്ക്വയർ പ്ലെനാർ ഓൾസോ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. Question number 3. The crystal field splitting energy of
octahedral delta O and tetrahedral complexes is related to, delta T is equal to 4/9 of delta O. അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. delta T is equal to 4/9 delta O. Question number 4. Which of the following is not optically active? അല്ലേ, ട്രാൻസ് കേൾക്കുമ്പോഴേ അറിയാം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. വൈ? ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരേ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പം ദേ ഹാവ് എ പ്ലെയിൻ ഓഫ് സിമ്മട്രി അല്ലേ. നിങ്ങൾക്കറിയാം ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നോക്കുമ്പം പ്ലെയിൻ ഓഫ് സിമ്മട്രി ഉണ്ട് എങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല, പ്ലെയിൻ ഓഫ് സിമ്മട്രി ഇല്ല എങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ട്രാൻസ് COBr2En ട്വൈസ് എത്ര കോർഡിനേഷൻ നമ്പർ 6. അപ്പം ഞാൻ 4 എണ്ണം ഇങ്ങനെ വരച്ചു, ഒരെണ്ണം മേളിലേക്ക് വരച്ചു. ട്രാൻസ് ആയതുകൊണ്ട് ഇവിടെ ബ്രോമിൻ കൊടുത്താൽ there is another bromine, so this is ethylene diamine and this is also ethylene diamine. So this molecule, the whole plus charge has a plane of symmetry അല്ല. ഇതിന് എന്തുണ്ട്? പ്ലെയിൻ ഓഫ് സിമ്മട്രി ഉണ്ട് ആൻഡ് ദാറ്റ്സ് വൈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 വരും. പിന്നെ ഈ ഒരു കേസിൽ സിസ് ആണ്. സിസ് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ കൊബാൾട്ട് 3, 4, 5, 6 വരും. ഇവിടെ ഒരു ബ്രോമിൻ ആണെങ്കിൽ ഇവിടെ ഒരു ബ്രോമിൻ ആൻഡ് ദിസ് ഇസ് എത്തിലൈൻ ഡയമൈൻ ആൻഡ് ദിസ് ഇസ് അനദർ എത്തിലൈൻ ഡയമൈൻ ആൻഡ് ദി ഹോൾ പ്ലസ് ചാർജ് ആണ് മക്കളെ. പ്ലെയിൻ ഓഫ് സിമ്മട്രി ഇല്ല, സോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. സെൻട്രൽ മെറ്റൽ എ ത്രൈസ് അല്ലേ, എ ത്രൈസ് എന്ന് പറഞ്ഞാൽ സിമ്മട്രിക്കൽ ഓർ അൺസിമ്മട്രിക്കൽ എ ത്രൈസ് അല്ലെങ്കിൽ MAB ത്രൈസ് എന്ന് പറയുന്ന ഈ ആളുകൾ ഓൾവേസ് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. അത് ഓർത്ത് വെച്ചാൽ മതി. കാരണം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പ്ലെയിൻ ആണെങ്കിൽ ഇതിൻ്റെ അകത്തോടെ ഒരു ആക്സസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒക്ടാഹെഡ്രൽ ജോമെട്രി. ഒരു ലിഗാൻഡ് ഇങ്ങനെ ആയിരിക്കുന്നെങ്കിൽ അടുത്ത ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ടേക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫേസിലല്ല മറ്റേ ലിഗാൻഡ് ഇരിക്കുക. അപ്പോൾ ഇതൊരു ഫേസ്, ഇതടുത്ത ഫേസ്, ഇതടുത്ത ഫേസ്, അങ്ങനെ വേറെ വേറെ ഫേസ് ആകുമ്പോൾ ഒരിക്കലും പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പോൾ ഓപ്ഷൻ 2, 3, 4 ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഒപ്റ്റിക്കൽ ആക്ടിവേറ്റ് അല്ലാത്തത് ആൻസർ 1 ആണ്. പിന്നെ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ഇത്രയും വിശദമായിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ് എന്ന് കണ്ടാൽ അറിയാലോ, ട്രാൻസ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 1 എന്ന് ഓർത്തോണം. അടുത്തത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഫോർ ഹൈ സ്പിൻ D4 ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് അല്ലെ. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ താഴത്തെ 3 സെറ്റ് T2G, യു നോ ദിസ് ഇസ് എ DXY, DYZ ആൻഡ് DXZ ആണ് ആക്സിയൽ നോൺ ആക്സിയൽ സെറ്റ് ഓഫ് ഓർബിറ്റൽ. ഇത് EG ആണ് ആൻഡ് EG എന്ന് പറയുന്നത് DX² - Y² ആൻഡ് DZ² ആണ് അല്ലേ. അപ്പോൾ അവർ D4 ആണ് ചോദിച്ചത്. D1 ആണെങ്കിൽ ഇവിടെ, D2 ആണെങ്കിൽ ഇവിടെ, D3 ആണ് ഇവിടെ. D3 വരെ ഒരു കൺഫ്യൂഷനും ഇല്ല. D3 വരെ ഹൈ സ്പിന്നും ഇല്ല, ലോ സ്പിന്നും ഇല്ല. ഏതെടുത്താലും ഇങ്ങനെ തന്നെ എഴുതാം. 4 വരുമ്പോഴാണ് പ്രശ്നം. 4ാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അവർ പറയുന്നു ഹൈ സ്പിന്നാണ്, സ്പിൻ കൂടുതലാണ്. ഹൈ സ്പിൻ എന്ന് വെച്ചാൽ മീനിങ് എന്താ? വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. ദാറ്റ് മീൻസ് ഹൈ സ്പിന്നിൻ്റെ നേച്ചർ എന്ന് വെച്ചാൽ പെയറിംഗ് എനർജി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ഒ ആണ്. ഇതാണ് നിങ്ങളുടെ ഡെൽറ്റ ഒ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പെയറിംഗ് എനർജി എന്ന് വെച്ചാൽ പെയറിങ്ങിന് ആവശ്യമുള്ള എനർജിയാണ്. പെയറിങ്ങിന് ആവശ്യമുള്ള എനർജി ഭയങ്കര കൂടുതലാണ്. ശരി, അപ്പോൾ പെയർ ചെയ്യണ്ട അല്ലേ. ഈ ഗ്യാപ്പിനേക്കാൾ, ഇത് ഗ്യാപ്പ് എന്ന് പറഞ്ഞ എനർജി ഡിഫറൻസ് ആണ്, ഈ എനർജിയേക്കാൾ കൂടുതലാണ് പെയറിങ്. അപ്പോൾ പെയറിംഗ് എനർജി കൂടുതലാട്ടോ സാറേ. അപ്പോൾ ഞാൻ പറയാം, എന്നാൽ പെയർ ചെയ്യേണ്ട ചാടിക്കോ, പെയർ ചെയ്യേണ്ട ചാടിക്കോ, ഇവിടെ വരും. അപ്പോൾ ഏതാ? T2G3 EG1 എന്ന് വന്നു. മനസ്സിലായോ? ഹൈ സ്പിൻ. ഞാൻ പിന്നെ ട്രിക്കായിട്ട് ഓർത്ത് വെക്കുന്നത് എങ്ങനെ? ഹൈ സ്പിൻ ചാടും, ഹൈ സ്പിൻ അല്ല, അങ്ങനെ ചാടും. അങ്ങനെ അല്ലാണ്ട് ശരിക്കും അത് നമ്മൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി വെച്ചാൽ പറയാം, ലോ സ്പിൻ എന്ന് വെച്ചാൽ താഴെ ഇരിക്കും. അങ്ങനെ ഞാൻ ഓർത്ത് വെക്കാറുണ്ട് എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഹൈ സ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക് ലിഗാൻഡാ. ഈ ഒരു കേസ് വരുന്ന എപ്പോഴാണ്? വീക്ക് ലിഗാൻഡിൻ്റെ കേസിലാണ്. നേരെ തിരിച്ചു വരുന്ന സ്ട്രോങ് ലിഗാൻഡിൻ്റെ കേസിൽ. അപ്പോൾ പെയറിംഗ് എനർജി ഹൈ ആണ്, പെയർ ചെയ്യേണ്ടെന്നേ എന്ത് ചെയ്യണം? നേരെ ചാടിക്കോ അല്ലേ, പെയർ ചെയ്യേണ്ട ചാടിക്കോ. ശരി, ഇനി നിങ്ങൾക്കറിയാം ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് താഴെ മൊത്തം 5 ഓർബിറ്റൽസ് ഉള്ളത്. താഴെ 3 എണ്ണവും മേളിൽ 2 എണ്ണമാണ്. അപ്പം നിങ്ങൾ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. ഇവിടെ 3 എണ്ണമാണ്. സോ ദിസ് ഇസ് 2/5. ഡെൽറ്റ ഒയുടെ 2/5 ആണ്. നെഗറ്റീവ് മൈനസ് എഴുതാൻ കാരണം എനർജി താഴേക്ക് അത്രയും കുറഞ്ഞു. ഇവിടെ പ്ലസ് 3/5 ഡെൽറ്റ ഒ, ഇങ്ങനെ ഓർത്താൽ മതി അല്ലേ. അപ്പം നമ്മൾ CFSCക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കും. CFSC വിച്ച് ഇസ് ഈക്വൽ ടു പറഞ്ഞേ മൈനസ് ഇതെത്രയാണ്? 0.4 അല്ലേ. മൈനസ് 0.4 ഡെൽറ്റ ഒ ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ T2G പ്ലസ് എത്രയാ? 0.6 ഡെൽറ്റ ഒ ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG അല്ലേ, പ്ലസ് N ഇൻറ്റു P, where N is the number of electron pairs newly formed.
പുതിയതായിട്ടുണ്ടായ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ n എന്ന് വിളിക്കുക. ഇതാണ് CFSയുടെ ജനറൽ ഇക്വേഷൻ. ഇഫ് യു ഡോണ്ട് നോ യു ക്യാൻ നോട്ട് ഡൗൺ ദിസ് വൺ, അല്ലേ? ജനറൽ ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഓർത്തോണം, ഏതാ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിൻ്റെ CFSയുടെ ഇക്വേഷനാണ് നമ്മൾ ഈ ഒരു ജനറൽ സ്ട്രക്ചറിൽ എഴുതി വെച്ചേക്കുന്നത്. ശരി, ഇനി നമ്മൾ എന്ത് ചെയ്യണം? D4 ഹൈ സ്പിൻ ആണല്ലോ, അല്ലേ? അപ്പോൾ CFSC ഇസ് ഈക്വൽ ടു, ശരി പറഞ്ഞോ, -0.4 ഡെൽറ്റ O ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ T2G3 പ്ലസ് 0.6 ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG1 പ്ലസ് 0p. വൈ 0p? പുതിയതായിട്ട് പെയറൊന്നും ഉണ്ടായില്ല, അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു -1.2 ഡെൽറ്റ O പ്ലസ് 0.6, ഇവിടെ ഒരു ഡെൽറ്റ ഓയും കൂടെ ഉണ്ട് കേട്ടോ മക്കളെ, 0.6 ഡെൽറ്റ O വിച്ച് ഈസ് ഈക്വൽ ടു -0.6 ഡെൽറ്റ O ഈസ് ദി CFSC ഓഫ് ഏതാ? ഹൈ സ്പിൻ D4 ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. അപ്പോൾ ഇനി ഇക്വേഷൻസ് എന്തെങ്കിലും ഇതറിയില്ലെങ്കിൽ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇപ്പം നമ്പർ ഓഫ് പെയർ ന്യൂലി ഫോംഡ് എന്ന് പറയുമ്പം ആ ഒരു കോൺസെപ്റ്റ് എടുത്തോണം. പുതിയതായിട്ട് നിങ്ങളിവിടെ എഴുതുമ്പം പെയർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെയർ എത്ര പെയറാണെന്ന് വെച്ചാൽ അതെടുത്ത് അത്രയും P എന്ന് കൊടുത്താൽ മതി. P ഈസ് ദി പെയറിംഗ് എനർജി. ഓക്കെ, അടുത്തത് 6th വൺ. വെൻ എക്സസ് ഓഫ് അമോണിയ ഇസ് ആഡഡ് ടു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ദി ഡീപ് ബ്ലൂ കോംപ്ലക്സ് ഇസ് ഫോംഡ്. ദി കോംപ്ലക്സ് ഈസ്, ഇതൊരു എക്സെപ്ഷണൽ ബിഹേവിയർ ആണ്, അല്ലേ? കോപ്പർ 2+ എന്ന് പറയുന്നത് ശരിക്കും പെയിൽ ബ്ലൂ കളറുള്ള സൊല്യൂഷനാണ് ഇൻ അക്വസ് മീഡിയം, അല്ലേ? ഇതിനകത്തേക്ക് നമ്മൾ എക്സസ് NH3 ആഡ് ചെയ്തു. യു ക്യാൻ ആഡ് 4 moles ഓഫ് NH3. അപ്പോൾ നിങ്ങൾക്ക് കോപ്പറിൻ്റെ ഒരു ടെട്രാ കോർഡിനേറ്റഡ് കോംപ്ലക്സ് കിട്ടും. ആൻഡ് ദി കളർ ഈസ് ഡീപ്പ് ബ്ലൂ ആണ്, വളരെ വളരെ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള ബ്ലൂ കളറാണ്. അപ്പോൾ നിങ്ങളൊരു സ്പീഷ്യസിൻ്റെ അകത്തേക്ക് അമോണിയ ആഡ് ചെയ്തപ്പോൾ ഡീപ്പ് ബ്ലൂ കളർ കിട്ടി. ഏതാണ് ആ സ്പീഷ്യസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞോണം, ദറ്റ് ഈസ് കുപ്രിക് അയോൺ ആണ്. ഇനി ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ചെയ്യുമ്പം കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ് മക്കളെ. അപ്പോൾ 4s1 3d10 എന്നുള്ളത് 2 കളഞ്ഞ് 4s0 and 3d9 ആകുന്നു. 3d9 എന്ന് പറയുമ്പം 9, അല്ലേ? ഡി ഓർബിറ്റൽസിൽ 9 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ എസും ഇവിടെ പിയും ഉണ്ട്, പിന്നെ ഇവിടെ അടുത്ത ഔട്ടർ ഡിയും ഉണ്ട്. അതായത് ഇത് 3d, ഇത് 4s, ഇത് 4p ആൻഡ് ദിസ് ഇസ് 4d. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? 4 ലിഗാൻഡാണ് വന്നത്, അല്ലേ? 4 കോർഡിനേഷൻ നമ്പർ. സോ യു റിക്വയർ 4 ഓർബിറ്റൽസ് ഫോർ ഹൈബ്രിഡൈസേഷൻ. അതിൽ ഒരെണ്ണം ഇവിടെയുണ്ട്, അത് പെയർ ചെയ്യില്ലോ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കാരണം D1 D2 D3ക്ക് നമ്മൾ ഹൈ സ്പിന്നും ഇല്ല, ലോ സ്പിന്നും ഇല്ല. D8 D9 D10 ഇല്ല. കാരണം അവിടെ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനേ ഇല്ല. ഈ ചാടുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്ന D4 D5 D6 D7 ഈ 4 സിസ്റ്റത്തിലേ ഉള്ളൂ. അപ്പം D9 ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പെയർ ചെയ്യാനാണ്? അപ്പം പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? sp3 ഈ 4 എടുത്തു. hybridization sp3 and tetrahedral. So the answer will be tetrahedral and paramagnetic. Tetrahedral and paramagnetic 1 വന്നേനെ. പക്ഷേ ഈ കോംപ്ലക്സിനൊരു അൺയൂഷ്വൽ ജമ്പിങ് ഉണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഡി ഇപ്പുറത്തുള്ള ഡിയിലോട്ട് പോകാറുണ്ട്. അങ്ങനെ ചാടുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഡി ഓർബിറ്റൽസ് മാറി, ഡി ഇലക്ട്രോൺസ് മാറി, അല്ലേ? ആ ഡി ഇലക്ട്രോൺസ് ഇപ്പുറത്തോട്ട് വന്നിരിക്കും. അപ്പോൾ കണ്ടോ, ഡി ഒരെണ്ണം ഫ്രീ ആയി. അപ്പോൾ DsP2 എന്ന് പറഞ്ഞ് ഒരു ഹൈബ്രിഡൈസേഷന് ചാൻസ് ഉണ്ട്. ഇതാണ് ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ ഇവിടെ മാത്രം ഒരു എക്സെപ്ഷണൽ ബിഹേവിയർ ഉണ്ട്. ഇത് DsP2 ആൻഡ് പാരാമാഗ്നറ്റിക്, എന്തായാലും പാരാമാഗ്നറ്റിക്കാണ്. DsP2 വരുമ്പോൾ ഷേപ്പ് എന്താ മക്കളെ? സ്ക്വയർ പ്ലെയിനാർ ആണ്. സോ സ്ക്വയർ പ്ലെയിനാർ ആൻഡ് പാരാമാഗ്നറ്റിക്, ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് നിങ്ങൾ ഇനി കണ്ടാൽ ഒരിക്കലും മറക്കാണ്ട് ഇരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. If delta O less than P, the correct electronic configuration of a D4 system is എന്നാണ് ചോദ്യം. അപ്പോൾ അവർ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണോ ടെട്രാഹൈഡ്രൽ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി ഓപ്ഷൻ. ഇൻ ദി ഓപ്ഷൻ ദേ ഗിവൺ T2G and EG. So definitely it is octahedral complex. If it is tetrahedral complex, we cannot write G, geride. അല്ലേ? അതിന് പകരം നമ്മൾ T2 and E എന്നാ കൊടുക്കുക കേട്ടോ. നമ്മളങ്ങനെ G കൊടുക്കാറില്ല. അപ്പോൾ ഇവിടെ ഡെൽറ്റ O ലെസ് ദാൻ P ആണെങ്കിൽ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ D4 സിസ്റ്റം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ചോദിക്കാം, ഇവിടെ ഒക്ടാഹൈഡ്രൽ ആകുമ്പോൾ ഇങ്ങനെ വരിക. ഇത് T2G ആൻഡ് ദിസ് ഇസ് EG ആണ്, അല്ലേ? അപ്പോൾ ഡെൽറ്റ O ലെസ് ദാൻ P എന്ന് വെച്ചാൽ എന്താ? പെയറിങ് എനർജി കൂടുതലാണ്. അപ്പോൾ പെയർ ചെയ്യണ്ട, അല്ലേ? അപ്പോൾ 1 2 3 നാലാമത്തെ പെയർ ചെയ്യണ്ട, ചാടിക്കോ. T2G3 EG1. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ. Question 8. Which of the following will give a pair of enantiomers? Enantiomers are the isomers which have optically active.
നോക്കാവേ. ഇതിൽ എല്ലാം മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളാണ് അല്ലേ. അതിൽ ഇത് രണ്ടും എന്തായാലും കാണിക്കില്ല. ഒരേ ടൈപ്പ് ലിഗാൻഡാണ്, ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ഒരേ ടൈപ്പ് ലിഗാൻഡുകളാണ്, ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല അല്ലേ. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളെ ഞാൻ എയും ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ നടുക്കുള്ളത് മെറ്റൽ A4B2 എന്നാണ് കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഇതിന് ജോമെട്രിക്കൽ ഐസോമർസ് ആദ്യം എഴുതി നോക്കണം. അതിന് എയുടെ ഓപ്പോസിറ്റ് എ വരാം, എയുടെ ഓപ്പോസിറ്റ് എ വരാം, ബിയുടെ ഓപ്പോസിറ്റ് ബി വരാം, ദെൻ എയുടെ ഓപ്പോസിറ്റ് ബി വരാം, എയുടെ ഓപ്പോസിറ്റ് എ വരാം, ദെൻ എയുടെ ഓപ്പോസിറ്റ് ബി വരാം. ശരിയല്ലേ? 4 രണ്ടെണ്ണം പറ്റും. ഇനിയുണ്ടോ നോക്കി, എയുടെ ഓപ്പോസിറ്റ് ഇനിയില്ല അല്ലേ. അപ്പോൾ എ ബി ബി, പിന്നെ എ ബി ശരിയല്ലേ? അങ്ങനെ 2 വരും. അപ്പോൾ ഇതിനകത്ത് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്. ജോമെട്രിക്കൽ ഐസോമേഴ്സ് 2 ഉണ്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇഫ് എ പെയർ റിപ്പീറ്റ്സ്, ഒരു പെയർ റിപ്പീറ്റ് ചെയ്യുകയോ, ഓർ എ പെയർ കണ്ടെയ്ൻ 2 സെയിം ligands, the complex is optically inactive. ഇത് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ. അങ്ങനെ വരുമ്പോൾ കണ്ടോ, എ പെയർ റിപ്പീറ്റ്സ് ആൻഡ് എ പെയർ കണ്ടെയ്ൻ അല്ലേ, സെയിം ലിഗാൻഡ്. ഇവിടെ പെയർ റിപ്പീറ്റ് ചെയ്തു, എ ബി, സോ ദേ ആർ നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്, സോ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. പിന്നെ ഉള്ളത് ഇതാണ്. ഇത് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണോ നോക്കാവേ. ഇതിൽ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണോ നോക്കാൻ കോർഡിനേഷൻ നമ്പർ 6 ആണ്. കൊബാൾട്ട് എഴുതി, 6 അല്ലേ ബോണ്ടുകൾ വരച്ചു. ക്ലോറിൻ, ഇവിടെ എത്തിലീൻ ഡയമീൻ, ആൻഡ് ദിസ് ഇസ് എത്തിലീൻ ഡയമീൻ, ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഈസ് ട്രാൻസ് അല്ലേ. അപ്പം നമ്മൾ ഇതിനെ മാറ്റി. ഓക്കെ, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് വേണ്ട അല്ലേ, നമുക്ക് വേറെ ആളെ മാറ്റാലോ. ക്ലോറിനെ മാറ്റി ഇവിടെ കൊടുത്തു, ആൻഡ് ദിസ് ഇസ് എത്തിലീൻ ഡയമീൻ, ആൻഡ് ദിസ് ഇസ് എത്തിലീൻ ഡയമീൻ, ആൻഡ് ദ ഹോൾ ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ടല്ലേ. നോക്കിയേ, പ്ലെയിൻ ഓഫ് സിമ്മട്രി ഇല്ലടോ, കാരണം പ്ലെയിൻ ഓഫ് സിമ്മട്രി ഇല്ല. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. ഐസോമർസത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, നല്ല രസമാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. അയണൈസേഷൻ ഓഫ് KAgCN twice പൊട്ടാസ്യം ഡൈസയനോ അർജൻറ്റേറ്റ് 1 വിൽ ഗീവ്. ഏതൊക്കെയാണ് തരുന്നത്? ഇത് അയണൈസ് ചെയ്യുമ്പോൾ എന്ത് തരും? ഒരു പൊട്ടാസ്യം തരും, പിന്നെ ഒരു സ്ഫിയറും തരും. AgCN twice മൈനസും തരും. ഒരിക്കലും കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിൽ മുറിയത്തില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. അതിൻ്റെ ഉള്ളിൽ മുറിച്ചിട്ട് അവർ തന്നേക്കുന്നത് ഒരിക്കലും കിട്ടത്തില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. IUPAC നെയിം ഫോർ ദി കോംപ്ലക്സ് CONO2 NH3 5 times Cl2. പറയാം ആദ്യം. ഇത് കാറ്റോൺ, ഇത് ആനോണ്. അപ്പോൾ ആദ്യം നമ്മൾ കാറ്റോണിൻ്റെ പേര് പറയണം. ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ എന്തെന്നാണ് പറഞ്ഞത്? ആദ്യം ഞാൻ പൊട്ടാസ്യം ഡൈസയനോ അർജൻറ്റേറ്റ് 1 എന്നാണ് പറഞ്ഞത്. എന്തിനാ ആദ്യം പൊട്ടാസ്യം പറഞ്ഞത്? ബിക്കോസ് ഇറ്റ് ഇസ് കാറ്റയോൺ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാറ്റോൺ ഈ ഭാഗമായതാണ്. ഇനി ഇതിൽ നൈട്രിറ്റോയും ഉണ്ട്, അമ്മിനോയും ഉണ്ട് അല്ലേ. ഇതിൻ്റെ പേര് നൈട്രിറ്റോ എന്തുട്ട് N എന്നാണ്. നൈട്രിറ്റോ N, കാരണം നൈട്രജൻ ആണ് ലിങ്കിങ്. ONO ആണെങ്കിലാണ് ഓക്സിജൻ ലിങ്കിങ്, ആംബിഡൻറ്റ് ലിഗാൻഡ്. പിന്നെ ഉള്ളത് അമ്മീനാണ്, AMMINE അമ്മീൻ. അപ്പോൾ ആൽഫബറ്റിക്കലി A ആണ് ഫസ്റ്റ്, അതുകൊണ്ട് പെൻറ്റാ അമ്മീൻ. അപ്പോൾ ഇത് രണ്ടും വെട്ടി. പെൻറ്റാ അമ്മീൻ, നൈട്രിറ്റോ N, കൊബാൾട്ട് 2 ക്ലോറൈഡ്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കാൻ നോക്കിയോ. നൈട്രേറ്റ് -1, അമോണിയ 0, ക്ലോറിൻ -2 മൊത്തം. അപ്പോൾ -3 +3, കൊബാൾട്ട് +3. സോ ദിസ് ഇസ് ഓൾസോ റോങ്. ആൻസർ ഈസ് ഓപ്ഷൻ 4. പെൻറ്റാമീൻ, നൈട്രിറ്റോ N, കൊബാൾട്ട് 3 ക്ലോറൈഡ്, ഓപ്ഷൻ 4. അടുത്തത് ദി ഹിപ്പോത്തറ്റിക്കൽ കോംപ്ലക്സ് ക്ലോറോ ഡൈ അക്വ ട്രൈ അമ്മീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്. നമുക്ക് നോക്കാം. ക്ലോറോ Cl, ഡൈ അക്വ എന്ന് പറയുമ്പം H2O ട്വൈസ്, ട്രൈ അമീൻ എന്ന് പറയുമ്പം NH3 ത്രൈസ്, കൊബാൾട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും 3 എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം പുറത്ത് ക്ലോറിനും ഉണ്ട്. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ഇവിടെ ഇയാൾ ന്യൂട്രലാണ്, ഇത് -1. ഇനി ഒരു -2 കൂടെ വേണം. ഇത് 2 ഇട്ടാൽ മതി അല്ലേ. CO Cl H2O ട്വൈസ് NH3 ത്രൈസ് Cl2. ആൻസർ ഈസ് ഓപ്ഷൻ 1 അല്ലേ. പേര് തന്നിട്ട് സ്ട്രക്ചർ ചെയ്താനാണ് കുറച്ചുകൂടെ എളുപ്പം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12. ദി കോർഡിനേഷൻ നമ്പർ ആൻഡ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദി എലമെൻറ്റ് E ഇൻ ദി കോംപ്ലക്സ്. കോർഡിനേഷൻ നമ്പർ ഇത് ബൈഡൻഡേറ്റ് ലിഗാൻഡാണ്. 2 എണ്ണം വരുമ്പോൾ 4 വരും. സോ 2 × ഡെൻസിറ്റി പ്ലസ് ഓക്സലേറ്റ് എത്ര ഒരെണ്ണം ഉള്ളൂ, പക്ഷേ ഡെൻസിറ്റി 2 ആണ്. സോ മൊത്തം 6 ആണ് കോർഡിനേഷൻ നമ്പർ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. En 0 ആണ്, ഓക്സലേറ്റ് -2 ആണ്, നൈട്രോ -1 ആണ്, മൊത്തം -3. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് +3. 6 and 3. ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്തത് ദി ഫോർമുല ഓഫ് സോഡിയം നൈട്രോപൊർസൈഡ് ഈസ്. നിങ്ങൾക്കറിയാം സോഡിയം നൈട്രോപൊർസൈഡ് ഈസ് എ റിയേജൻറ്റ് ടു ഡിറ്റക്ട്
ഡിറ്റക്റ്റ് സൾഫർ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ. ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ സൾഫറിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സോഡിയം നൈട്രോപ്രസൈഡ്. ഇഫ് സൾഫർ ഈസ് പ്രസൻറ്റ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് യു ക്യാൻ കൺവേർട്ട് ദ സൾഫർ ഇൻ ടു സൾഫൈഡ് ആൻഡ് ഓൺ ട്രീറ്റിംഗ് വിത്ത് ദ സോഡിയം നൈട്രോപ്രസൈഡ് ഇറ്റ് ഗീവ് എ വയലറ്റ് കളറേഷൻ എന്ന് പറഞ്ഞ് പഠിച്ച. ആൻഡ് ആക്ച്വലി സോഡിയം നൈട്രോപ്രസൈഡ് ഈസ് Na2FeCN5NO. ഇതാണ് സോഡിയം നൈട്രോപ്രസൈഡ്. സൾഫർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന Na4FeCN5NOS എന്ന് പറയുന്ന കോമ്പൗണ്ട്, ദാറ്റ് ഈസ് പർപ്പിൾ കളർ വയലറ്റ് കളർ കോമ്പൗണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും, Na2FeCN5NO. ദെൻ HCN എന്ന് പറയുന്ന ആസിഡിൻ്റെ കോമൺലി നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് പ്രൂസിക് ആസിഡ്. അപ്പോൾ സയനൈഡ് ലിഗാൻഡ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സോഡിയം നൈട്രോപ്രസൈഡ് ആ രീതിയിൽ വിളിക്കുന്നത് കേട്ടോ. അതിൽ കാര്യമൊന്നുമില്ല, പറഞ്ഞെന്നുള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 2. Then 14, dxy, dyz, dxz orbitals in an octahedral field are called T2g orbitals. Answer is option 2 അല്ലേ. ഈ 3 ഓർബിറ്റൽസും ആക്സിയൽ അല്ല, നോൺ ആക്സിയൽ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ആണ്. നോൺ ആക്സിയൽ സെറ്റ് ഓഫ് ഡി ഓർബിറ്റൽ എന്ന് വെച്ചാൽ ആക്സിസിൽ കൂടിയല്ല, ആക്സിസിൻ്റെ ഇടയിലൂടെയാണ് പോകുന്നത്. പക്ഷേ ബാക്കി 2 ഓർബിറ്റൽ ആക്സിസിലൂടെയാണ് പോകുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. ലിങ്കേജ് ഐസോമറിസം ഫൗണ്ട് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഇസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ഉണ്ട് എങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NO2- നൈട്രജൻ വഴി കണക്ട് ചെയ്യാം ആൻഡ് ഓക്സിജൻ വഴിയും കണക്ട് ചെയ്യാം. സോ 2 ലിങ്കേജ് വരും. So there is a difference in the linkage. That's why the isomerism is called a linkage isomerism. So അതിന് കാരണം മോണോഡെൻഡേറ്റ് ഗ്രൂപ്പ്സ് വിച്ച് ഹാവ് 2 ഡോണർ ആറ്റം. യെസ്, അതിനെ വിളിക്കുന്ന പേരാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് ആംഫിഡെൻഡേറ്റ് ലിഗാൻഡ്സ്. പിന്നെ ബൈഡെൻഡേറ്റ് ഗ്രൂപ്പ്സ് വിച്ച് ക്യാൻ ഫോം റിംഗ്, ബൈഡെൻഡേറ്റ് ഗ്രൂപ്പ്സ് വിച്ച് കനോട്ട് ഫോം റിംഗ്സ്, മൾട്ടിഡെൻഡേറ്റ് ഗ്രൂപ്പ്സ് അല്ല. ആൻസർ ഈസ് ഓപ്ഷൻ 1. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് യൂഷ്വലി 2 ഡോണർ ആറ്റങ്ങളുള്ള മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ്. Dimethyl glyoxime can be used to identify. Dimethyl glyoxime is a best ligand for the detection of Ni2+ ion in a solution. അതായത് നിക്കൽ 2+ഉം ഡൈമീഥൈൽ ഗ്ലയോക്സൈമും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു വൈൻ റെഡ് കളർ കോംപ്ലക്സ് ഉണ്ടാവും. അത് അയാളുടെ ഒരു വലിയ സ്പെഷ്യാലിറ്റിയാണ്. സോ നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സൈം കോംപ്ലക്സ് ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് കളർ ഓഫ് വൈൻ റെഡ് അല്ലേ. വൈൻ റെഡ് കളറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിക്കലിനെ എസ്റ്റിമേറ്റ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. സോ നിക്കലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു DMG ഉപയോഗിക്കുക, ഡൈമീഥൈൽ ഗ്ലയോക്സൈം. ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. ഒരു കാര്യം കൂടെ, നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സൈം മക്കളെ സ്ക്വയർ പ്ലേനാർ ആട്ടോ. സ്ക്വയർ പ്ലേനാർ കോംപ്ലക്സ് ആണ് വിത്ത് DsP2 ഹൈബ്രിഡൈസേഷൻ. അത് NCERT ഇല്ല എങ്കിലും ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ബി എ ലിഗാൻഡ്. ലിഗാൻഡ് അല്ലാത്തതാര്? NO ലിഗാൻഡ് ആണെന്ന് നമ്മൾ കുറച്ച് മുന്നേ കണ്ടുള്ളൂ. ഏതാ? സോഡിയം നൈട്രോപ്രസൈഡിൽ NO ലിഗാൻഡ് ആണ്. ഇത് ലിഗാൻഡ് ആണ്. സോ ആൻസർ അല്ല. ഇതൊരിക്കലും ലിഗാൻഡ് അല്ല, ആൻസറാണ്. കാരണം അമോണിയ എന്തോ ലിഗാൻഡായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ക്വാളിഫിക്കേഷൻ എന്താണ്? സെൻട്രൽ മെറ്റലിലോട്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. NH4+ പ്രത്യേകത എന്താണ്? ഈ അമോണിയയുടെ മേളിലിരിക്കുന്ന ലോൺ പെയറിനെ ഈ 4ാമത് വരുന്ന ഹൈഡ്രജൻ കൊണ്ടുപോയിട്ട് അവിടെ പ്ലസ് ചാർജ് വരും. സെൻട്രൽ മെറ്റൽ പോസിറ്റീവില് ചാർജ് ഇടാം, പോസിറ്റീവിലേക്ക് പോസിറ്റീവ് അട്രാക്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇയാൾക്കൊരിക്കലും ലിഗാൻഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇയാളൊരു ബൈഡെൻഡേറ്റ് ലിഗാൻഡാണ് അല്ലേ. 2 ഡോണർ ആറ്റങ്ങളുണ്ട്, ലിഗാൻഡാണ്. ആൻസർ അല്ല. CO ഈസ് എ ബെസ്റ്റ് സ്ട്രോങ് ലിഗാൻഡാണ്. നിങ്ങൾക്കറിയാം C ട്രിപ്പിൾ ബോണ്ടോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് ലിഗാൻഡാണ്, അതുകൊണ്ട് ആൻസർ അല്ല. അപ്പം ലിഗാൻഡായിട്ട് വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ്. ആൻസർ ഈസ് ഓപ്ഷൻ 2. അങ്ങനെ 17 ക്വസ്റ്റ്യൻസ് ഫ്രം ദി ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ഇപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻഓർഗാനിക്കിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അതിലുള്ള 17 ക്വസ്റ്റ്യൻസ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നമ്മളുടെ ഓർഗാനിക് സ്റ്റാർട്ടായി. ഓർഗാനിക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്. നോക്കാം. റിയാക്ഷൻ ഓഫ് ടൊലുവീൻ വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് FeCl3 ഗിവ്സ് പ്രിഡോമിനൻ്റ്ലി എന്നാണ് ചോദ്യം. ആദ്യം നമ്മൾ ടൊളുവീൻ എന്താണ്? ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ CH3 ഗ്രൂപ്പ് വരുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾ ക്ലോറിൻ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് FeCl3 വിച്ച് ഈസ് എ ലൂയിസ് ആസിഡ്. അങ്ങനെ വരുമ്പം എന്താ റിയാക്ഷൻ നടക്കുന്നത്? ക്ലോറിനേഷൻ അല്ലേ. ദിസ് ഇസ് ആൻ അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ഇലക്ട്രോഫൈൽ റിയാക്ഷൻ. സോ ഉണ്ടാകുന്ന ന്യൂക്ലിയോഫൈൽ ക്ലോറോണിയം അയോൺ, it will attack to the ortho and para position because CH3 is ortho para directing അല്ലേ. ഡ്യൂ ടു എന്തുകൊണ്ടാ? ഡ്യൂ ടു
ഹൈപ്പർ കോൺജുഗേഷൻ. നിങ്ങൾക്കറിയാം ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാ? ടൊളുവീൻ്റെ ഓർത്തോ പൊസിഷനിലും ക്ലോറിൻ, ടൊളുവീൻ്റെ പാരാ പൊസിഷനിലും ക്ലോറിൻ, അങ്ങനെ 2 പ്രൊഡക്റ്റുകൾ കിട്ടാം. അപ്പോൾ അവർ പറയുന്നു പ്രിഡോമിനൻ്റ്ലി എ മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ ക്ലോറോ ടൊളുവീൻ. ആൻസർ ഈസ് ഓപ്ഷൻ 1. സപ്പോസ് നിങ്ങൾ ക്ലോറിനെ കൊടുക്കുന്നത് ലൈറ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഇങ്ങനെയാണ് ചോദിച്ചതെന്ന് വിചാരിച്ചോ, ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സോ ദിസ് ഈസ് കോൾഡ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത് റിങ്ങിലല്ല കയറുന്ന, സൈഡ് ചെയിനിലാണ്. ഒരു ഹൈഡ്രജനെ മാറ്റി അവിടെ ക്ലോറിൻ കയറും. അപ്പം നിങ്ങൾക്ക് ബെൻസൈൽ ക്ലോറൈഡ് കിട്ടും. ആൻസർ ഓപ്ഷൻ 2 വന്നേനെ. അപ്പോൾ ഓർത്തോണം, ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് FeCl3 ആണെങ്കിൽ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. റിങ്ങിലാണ് ക്ലോറിൻ അറ്റാക്ക് ചെയ്യുക. പക്ഷേ ഫ്രീ റാഡിക്കലാണെങ്കിൽ റിങ്ങിലല്ല, സൈഡ് ചെയിനിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 2 തരത്തിൽ ചോദിക്കാം. ഇതാണെങ്കിൽ ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്തത്, which of the following is called a Sandmeyer's reaction? Sandmeyer's reaction is the production of chlorobenzene, bromobenzene and cyanobenzene by treating them with Cu2Cl2 with HCl, Cu2Br2 with HCl, CuCN or Cu2CN2 with HCN. ആ റിയാക്ഷനെ വിളിക്കുന്ന പേര് സാൻമേയേഴ്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എത്രയാ? 2 ആണ്. ആൻഡ് ദിസ് ഇസ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. അതിന് ഇത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും സയനോബെൻസീനും ഉണ്ടാക്കാം. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സാൻമേഴ്സ് റിയാക്ഷൻ. ആദ്യത്തെ റിയാക്ഷൻ ഫോർമാൽഡിഹൈഡിൻ്റെ 2 മോള് സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് റിയാക്ട് ചെയ്ത് ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോളും ആകുന്നു, ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡും ആകുന്ന ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കന്നിസാരോസ് റിയാക്ഷൻ. അല്ല, ഇതിനെ വിളിക്കുന്ന പേര് കന്നിസാരോസ് റിയാക്ഷൻ. പിന്നെ ബെൻസീനിലേക്ക് CH3Cl ആഡ് ചെയ്യുന്നു, അൺഹൈഡ്രസ് AlCl3. ഇവിടെ Cl- ഇങ്ങോട്ട് പോവും, ഇത് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഫിനോളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡും NaOH കൊണ്ട് ചെയ്യുമ്പം OH കിട്ടും. ദിസ് ഇസ് കോൾഡ് കോപ്സ് റിയാക്ഷൻ. അപ്പോൾ 4 റിയാക്ഷനിൽ അവർ ചോദിച്ചേക്കുന്ന സാൻമേഴ്സ് റിയാക്ഷനാണ്. ആൻഡ് സാൻമേഴ്സ് റിയാക്ഷൻ ഈസ് ആൻസർ ഓപ്ഷൻ 2. അടുത്ത 20. ദ ബെസ്റ്റ് മെത്തേഡ് ടു പ്രിപ്പയർ ഫ്ലൂറോ ഈതെയിൻ ഈസ്. ഫ്ലൂറോ ഈതെയിൻ, ഈതെയിനിൽ നിന്ന് ഫ്ലൂറിൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ഫ്ലൂറോ ഡെറിവേറ്റീവ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം സ്വാർട്സ് റിയാക്ഷനും അയഡൈഡ് ഉണ്ടാക്കാനുള്ള മാർഗ്ഗം ഫിംഗൽസ്റ്റീനുമാണ്. ക്ലോറൈഡും ബ്രോമൈഡും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം, പക്ഷേ അയഡൈഡും ഫ്ലൂറൈഡും പാടാണ്. അതിൽ ഫ്ലൂറിനെ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഏത് ഓർമ്മയുണ്ടോ? സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റിംഗ് വിത്ത് ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ്. ഫ്ലൂറിനേറ്റിംഗ് ഏജൻ്റായിട്ട് നമുക്ക് AgF ഉപയോഗിക്കാം, അല്ലേ, Hg2F2 ഉപയോഗിക്കാം, Hg2F2 ഉപയോഗിക്കാം, SbF5 ഉപയോഗിക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും COF3 ഉപയോഗിക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് RF ഉണ്ടാകുന്ന പ്രോസസ്സ്, അതാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഇത് ആൽക്കഹോളാണ്, അതാണ് സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ ഇത് ആൽക്കഹോൾ ആയതുകൊണ്ട് തെറ്റ്, ഇതും ആൽക്കഹോൾ തെറ്റ്, ഇതും തെറ്റ്. പിന്നുള്ളത് ആൽക്കൈൽ ഹാലൈഡ് വിത്ത് Hg2F2 ഓൺ ഹീറ്റിംഗ്. ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. ദിസ് ഇസ് കോൾഡ് സ്വാർട്സ് റിയാക്ഷൻ. 21. The reaction RBr plus NaCN gives RCN plus NaBr is an example for, നോക്കിക്കേ, BR മൈനസിനെ മാറ്റി Na പ്ലസ് ആൻഡ് CN മൈനസ് ഇതിങ്ങോട്ട് കയറി. ഇയാളെ മാറ്റി ഇയാൾ കയറുന്നതിൻ്റെ പേര് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഇതും വെട്ടാം, ഇതും സബ്സ്റ്റിറ്റ്യൂഷനാണ്. വന്ന് കയറിയത് CN മൈനസ്, ഇറങ്ങിപ്പോയത് BR മൈനസ്. നെഗറ്റീവ് ചാർജുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? നെഗറ്റീവ് ചാർജുകൾക്ക് ഇഷ്ടം ആരോടാ? പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് കിടക്കുന്ന സ്ഥലം ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസ് ലവിങ് ആണ് ഇവർ. സോ ന്യൂക്ലിയോഫൈൽ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് അനദർ ന്യൂക്ലിയോഫൈൽ. ദിസ് ഇസ് കോൾഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ 2. Question number 22. The IUPAC name of CH2 double bond CH2Cl. ഇതിൻ്റെ കോമൺ നെയിമാണ് ഈ കിടക്കുന്നത്, അല്ലൈൽ ക്ലോറൈഡ്. IUPAC നെയിം എഴുതുമ്പം CH2 ഡബിൾ ബോണ്ട് CH2Cl ആണ്. സോ 1 2 3 അല്ലേ, ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ. സോ ദിസ് ഇസ് 3 ക്ലോറോ. അപ്പോൾ ഇത് വെട്ടിപ്പോയി. 3 ക്ലോറോ പ്രൊപ്പ് 1 സോ ദിസ് ഇസ് 3 ക്ലോറോ പ്രൊപ്പിലീൻ. തെറ്റാണ്, കോമൺ നെയിം അത്. 3 ക്ലോറോ പ്രൊപ്പ് 1. ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്തത്, പ്രഡിക്റ്റ് ദി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ SN2 റിയാക്ഷൻ. നിങ്ങൾക്കറിയാം SN1 റിയാക്ഷൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഓർഡർ ഓഫ് SN1 റിയാക്ടിവിറ്റി
എന്ന് പറയുന്നത് SN1 റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. ഇതാണ് നമ്മുടെ റൂള് അല്ലേ. SN1ൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി അനുസരിച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ ക്ലോറിൻ കളയുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ചാർജ് സെക്കൻഡറി കാർബോകാറ്റയോൺ, ഇത് കളയുമ്പോൾ ടെർഷ്യറി കാർബോകാറ്റയോൺ, ഇവിടെ പ്ലസ്, ഇത് കളയുമ്പോഴും ടെർഷ്യറി കാർബോകാറ്റയോൺ, ഇത് കളയുമ്പോഴും ടെർഷ്യറി കാർബോകാറ്റയോൺ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് തിരിച്ചറിയാൻ നിങ്ങൾക്കറിയാം. RI ഗ്രേറ്റർ ദാൻ RBr ഗ്രേറ്റർ ദാൻ RCl ഗ്രേറ്റർ ദാൻ RF ഓർഡർ ഓഫ് ആൽക്കൈൽ ഫ്ലൂറൈഡ് ഫോർ SN1 ആൻഡ് SN2 രണ്ട് പേർക്കും ഒരേ ഓർഡറാണ്. അതുകൊണ്ട് എപ്പോഴും RI, കാരണം എന്നാ അയഡിൻ ഈസ് ലാർജ് അല്ലേ, അയഡിൻ ഭയങ്കര വലുതായതുകൊണ്ട് പെട്ടെന്ന് മുറിഞ്ഞു പൊക്കോളും. ഇപ്പോൾ ഏറ്റവും നല്ലത് 4 ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ 2 ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കട്ടായിപ്പോയി. 4 കഴിഞ്ഞാൽ 3 വരും. ഓക്കെ, 3 കഴിഞ്ഞ് 2 വരും, 2 കഴിഞ്ഞേ 1 വരുള്ളൂ. അപ്പോൾ ഇത് പറ്റി 4, 3, 2, 1. ആൻസർ ഈസ് ഓപ്ഷൻ 2. കാരണം ഇത് മൂന്നും ടെർഷ്യറി ആണ്. ദിസ് ഇസ് ഓൺലി ദി സെക്കൻഡറി വൺ. 24. How many position isomers are possible for dichlorobenzene? Dichlorobenzene is this one അല്ലേ. Dichlorobenzene is this one. ഇത് ഓർത്തോയാണ് മക്കളെ. അപ്പോൾ എന്ത് വരും? ഒരു മെറ്റ എഴുതാം, പിന്നീട് എന്ത് വരും? ഒരു പാര എഴുതാം. അത്രേ പറ്റുള്ളൂ അല്ലേ. ഇനി ഈ ക്ലോറിൻ ഇവിടെ കൊണ്ടിട്ടാൽ അത് എന്ത് തന്നെയായിപ്പോയി? മെറ്റ. ഇവിടെ കൊണ്ടിട്ടാൽ ഓർത്തോ. സോ 3 എണ്ണേ പറ്റുള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 1. 25. If methyl iodide and ethyl iodide are mixed in equal proportion, methyl iodide is CH3I and ethyl iodide is C2H5I are mixed in equal proportion, and the mixture is treated with the sodium in presence of dry ether. മക്കളെ, this is called Woods reaction. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ ആൽക്കൈൻ പ്രൊഡക്റ്റ് പറഞ്ഞേ. മീഥൈൽ അയഡൈഡ് തനിയെ വുഡ്സ് റിയാക്ഷൻ നടന്നിട്ട് ഈഥൈൻ ഉണ്ടാവും, 2 CH3 പ്ലസ് ഈഥൈൽ അയഡൈഡ് എന്ത് വരും? C2H5 എന്താ? ഈഥൈൽ ബ്യൂട്ടൈൻ. പിന്നെ ഇത് രണ്ടും കൂടെ C2H5CH3. അങ്ങനെ മൊത്തം 3 പ്രൊഡക്റ്റ്. ആദ്യം ഇയാൾ തന്നെ തരും, ഇയാൾ തന്നെ തരും, പിന്നെ ഇതും കൂടെ കമ്പൈൻ ചെയ്ത് തരും. 3 പ്രൊഡക്റ്റ് ഫോം ചെയ്യും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. Question number 26. Which of the following compound will give positive iodoform test? Iodoform test പോസിറ്റീവ് തരുന്ന ആളുകൾ ഒന്ന് മീഥൈൽ കീറ്റോൺസ് ആണ്. മീഥൈൽ കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ കീറ്റോൺസ് ഹാവിങ് അല്ലേ, കീറ്റോൺസ് ഹാവിങ് CH3C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുള്ളവരെയാണ് മീഥൈൽ കീറ്റോൺസ് എന്ന് വിളിക്കുക. 2 അസറ്റാൽഡിഹൈഡ് മാത്രം, ഈ ഒരേ ഒരു ആൽഡിഹൈഡാണ്, വേറൊരു ആൽഡിഹൈഡും തരില്ല. 3 ആൽക്കഹോൾസ് ഹാവിങ് CH3CHOH ഗ്രൂപ്പ്. ഈ 3 പേരാണ് മെയിൻലി നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇത് ആൽക്കഹോൾ ഇത് തരും അല്ലേ. നോക്കിയാൽ CH3CHOH ഗ്രൂപ്പുള്ള ആൽക്കഹോൾ തരും. CH3OH നമ്മുടെ ആൽക്കഹോൾ അല്ല. ഇതിൻ്റെ അകത്തും CH3CHOH ഇല്ല, ഇതിൻ്റെ അകത്തും CH3CHOH ഇല്ല. സോ ആൻസർ ഈസ് 1. ആ 3 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് എ കോമ്പൗണ്ട് എക്സ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് NaOH at room temperature followed by acidification with dilute HNO3 and addition of AgNO3 gives a white precipitate soluble in ammonium hydroxide solution. White precipitate soluble in ammonium hydroxide with the silver nitrate is definitely silver chloride. The compound is, അപ്പോൾ ക്ലോറിനുള്ള കോമ്പൗണ്ട് ആയിരിക്കണം. അത് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ക്ലോറോബെൻസീൻ അല്ലേ, പിന്നെ ഉള്ളത് ബെൻസൈൽ ക്ലോറൈഡ്, പിന്നെയുള്ളത് വിനൈൽ ക്ലോറൈഡ്. ശരി, നോക്കാവേ. അഡീഷൻ ഓഫ് എക്സോൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് NaOH ആൻഡ് റൂം ടെമ്പറേച്ചർ ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. അപ്പോൾ NaOH ഇതിലേക്ക് ആഡ് ചെയ്തു എന്ന് വിചാരിച്ചോ. NaOH ആഡ് ചെയ്യുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഇവിടുന്ന് Na+ ആൻഡ് OH- ഇത് മുറിഞ്ഞ് ഇവിടെ ഫീനോളായിട്ട് മാറും. അപ്പോൾ Cl നിങ്ങൾക്ക് വെളി വീണു. ആ Clലേക്ക് AgNO3 ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് AgCl കിട്ടും. പക്ഷേ ഈ Cl കിട്ടില്ല. കാരണം ക്ലോറിന് ഡബിൾ ബോണ്ട് അല്ലേ, റെസൊണൻസ് എഫക്റ്റ് +R ഉള്ളതുകൊണ്ട് ബെൻസീൻ റിങ്ങിലൊക്കെ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പുകളെ പൊട്ടിക്കാൻ പറ്റില്ല. അങ്ങനെ പൊട്ടിക്കണമെങ്കിൽ നമ്മൾ ഡ്രാസ്റ്റിക് കണ്ടീഷൻ കൊടുക്കണം അല്ലേ. 623 Kelvin ടെമ്പറേച്ചർ, 300 ATM ഒക്കെ കൊടുത്ത് ഡോസ് പ്രോസസ്സ് വഴി നടത്തണം. അപ്പോൾ എന്തായാലും ബെൻസീൻ റിങ്ങിലേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് മുറിയല. ഇനി ഇത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് പ്ലസ് കിട്ടും. മക്കളെ, ദിസ് ഇസ് ബെൻസൈൽ കാർബോകാറ്റോൺ ആൻഡ് ദിസ് ഇസ് ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ,
എ. ബെൻസൈൽ ക്ലോറൈഡിൽ നിന്ന് ക്ലോറിൻ മുറിഞ്ഞു പോയാൽ ഉണ്ടാകുന്ന ബെൻസൈൽ കാർബോക്യാറ്റോൺ ഈസ് ഹൈലി സ്റ്റേബിൾ. അപ്പം ബെൻസൈൽ ക്ലോറൈഡ് ഇങ്ങനെ ആലോചിക്കും, ഓക്കെ ഞാൻ NaOHൻ്റെ കൂടെ ക്ലോറിനെ പറഞ്ഞു വിട്ടേക്കാം, അയാൾ പോയാലും എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ അയാൾ കളയും, കാരണം അയാൾ സ്റ്റേബിളാണ്. അപ്പോൾ ഈ Cl- ആര് പിടിച്ചോളും? AgNO3 പോയി പിടിച്ച് എന്തായിട്ട് മാറ്റി? AgCl ഈസ് സോലബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇതേപോലെ ഇവിടെ ക്ലോറിനെ മുറിച്ച് കളഞ്ഞാൽ ഉണ്ടാകുന്നത് വിനൈൽ കാർബോക്യാറ്റോണാണ്. വിനൈൽ കാർബോക്യാറ്റോൺ ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ അല്ലേ, കാരണം അതിന് ഒരു മെക്കാനിസവും ഇല്ല അല്ലേ, റെസൊണൻസ് നടക്കില്ല, ഹൈപ്പർ കോഞ്ചുഗേഷൻ നടക്കില്ല, ഒന്നും നടക്കില്ല. സോ ഈ പ്ലസ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗവും അയാളുടെ കയ്യിലില്ല. സോ വിനൈൽ കാർബോക്യാറ്റോൺ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയുക അൺസ്റ്റേബിൾ കാർബോക്യാറ്റോൺ. അപ്പോൾ വിനൈൽ ക്ലോറൈഡ് ഇങ്ങനെ ആലോചിക്കും, ഓക്കെ NaOH വന്ന് ചോദിച്ചപ്പം ഞാൻ ഈ ക്ലോറിനെ കൊടുത്താൽ ഓൺ ദ സ്പോട്ടിൽ ഞാൻ തട്ടിപ്പോവും, അപ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, ക്ലോറിനെ കൊടുക്കത്തില്ല. അപ്പോൾ ആ ക്ലോറിനെ കൊടുത്തില്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് ഒഴിക്കുമ്പം AgCl കിട്ടത്തില്ല. അപ്പോൾ ആൻസർ ഇതല്ല, ഇതുമല്ല. ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇപ്പോൾ എപ്പോഴും സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്യാറ്റോൺ നോക്കിയാൽ മതി. 28. Which of the following are arranged in decreasing order of dipole moment? CH3Cl, CH3Br, CH3F. നോക്കാം, ഇതിൽ ഒരു എക്സെപ്ഷണൽ ക്യാരക്ടർ ഉണ്ട് അല്ലേ. CH3Cl ഗ്രേറ്റർ ദാൻ CH3F ഗ്രേറ്റർ ദാൻ CH3Br ഗ്രേറ്റർ ദാൻ CH3I. ഇവിടെ ഒരു എക്സെപ്ഷണൽ ബിഹേവിയർ കാണിച്ചത് ഈ രണ്ട് പേരാണ്. ഇവിടെ ഓർഡറിൽ ചെറിയൊരു വ്യത്യാസം വരും. അതിന് കാരണം ഡൈപോൾ മൊമെൻറ്റ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജ്. ഒബ്വിയസ്ലി മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് കൂടുതൽ CH3F-നാണ്, കാരണം ഫ്ലൂറിൻ ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. പക്ഷേ ഫ്ലൂറിനിൽ നിന്ന് ക്ലോറിനിലേക്ക് സൈസ് നല്ല കൂടുതലാണ്. അപ്പോൾ ക്ലോറിൻ്റെ സൈസ് അബ്നോർമലി ഹൈ ആയതുകൊണ്ട് ആറിൻ്റെ വാല്യൂ കുറച്ച് കൂടും. അപ്പം നെറ്റ് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇയാൾക്ക് ഹൈ ആയിപ്പോയി. അപ്പോൾ ഇയാൾക്ക് ഹൈ ആയിട്ട് വരാൻ കാരണം ലാർജ് അല്ലേ സൈസ് ഓഫ് ക്ലോറിൻ ആണ് അല്ലേ, ക്ലോറിൻ. അപ്പം നിങ്ങൾ ചോദിക്കും, എന്നാൽ സാറേ അയഡിന് ഭയങ്കര വലിയ സൈസ് അല്ലേ, എന്നാൽ പിന്നെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അയഡിൻ ഫ്രണ്ടിൽ വന്നുകൂടെയെന്ന് വരില്ല. കാരണം അവിടുത്തെ Q ഭയങ്കര ചെറുതാണ്, കാരണം അയഡിൻ ഈസ് ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ഹാലോജൻ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സെപ്ഷണൽ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് അവർ ചോദിച്ചേക്കുന്ന ഓർഡർ അനുസരിച്ച് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 4th one ആണ്. 2 isomeric alkane A and B having molecular formula C5H9Cl on addition C5H9Cl on adding H2, A gives optically inactive compound while B gives a chiral compound. The 2 isomers are എന്നാണ് ചോദ്യം. അത് നല്ല പണിയല്ലേ, ഓരോന്ന് എഴുതി വെക്കണം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. 3 chloro 1 pentene. 1 pentene എന്ന് പറയുമ്പം അല്ലേ 1 pentene, ദിസ് ഇസ് 3 chloro 1 2 3 chloro. ശരി, അത് ബി എന്ന് പറയുന്നത് 1 chloro 2 pentene. 2 pentene എന്ന് പറയുമ്പോൾ 2 pentene ആൻഡ് 1 chloro ക്ലോറിൻ കൊടുത്തു. അപ്പോൾ ഇത് എയും അത് ബിയും ആയിട്ട് എടുക്കുക. ഇത് എ ആൻഡ് ദിസ് ഇസ് ബി ആയിട്ട് എടുത്തു. ഇനി അവർ പറഞ്ഞ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പം എ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടും ബി കൈറാൽ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടും തരും. അപ്പോൾ എയും ബിയും ഏതാണെന്നാണ് ചോദ്യം. അപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുവാണ്. ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പം പറഞ്ഞ് ഇവിടെ ഡബിൾ ബോണ്ട് പൊട്ടും, CL അപ്പോൾ നോക്കിയോ, ഇവിടെ കൈറാൽ കാർബൺ ഉണ്ടോ? ഇല്ല, സിമെട്രിക്കാണ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആ കിട്ടുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ആദ്യത്തെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അത് കറക്റ്റായി അല്ലേ. ഇനി രണ്ടാമത്തേലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പം CL. ദിസ് ഇസ് ഓൾസോ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. കൈറാൽ കാർബൺ ഉണ്ടോ? ഇല്ല, CH2. അപ്പം നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ 1 അല്ല. കാരണം ആദ്യത്തേത് ഇനാക്റ്റീവും രണ്ടാമത്തേത് ആക്റ്റീവും കിട്ടണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്, അത് കിട്ടിയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷനിൽ AS 2 chloro 3 methyl butadiene അല്ലേ. butadiene എന്ന് പറയുമ്പോൾ 1 2 butadiene 2 chloro എന്ന് പറയുമ്പം ഇവിടെ 3 methyl എന്ന് പറയുമ്പം ഇവിടെ CH3 എഴുതി. അപ്പോൾ എ ആണ് അല്ലേ. ബി എന്ന് പറയുന്നത് 1 chloro 3 methyl butanene. അടുത്ത് 1 chloro 3 methyl butanene എന്ന് പറയുമ്പോൾ ഇത് 1 chloro എന്ന് പറയുമ്പോൾ ഇത് 3 methyl എന്ന് പറയുമ്പം ഇത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുവാണേ. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് C സിംഗിൾ ബോണ്ട് CL ആൻഡ് C നോക്കാം. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു വാലൻസി ക്ലോറിൻ അറ്റാച്ച് ചെയ്തേക്കുന്ന ഹൈഡ്രജൻ, പിന്നെ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. അപ്പോൾ ഇത് ആൻസർ അല്ല. പിന്നെ മറ്റേ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ പറഞ്ഞ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെന്ന ഇതും തെറ്റി.
അടുത്ത മൂന്നാമത്തെ ഓപ്ഷനിൽ 3 ക്ലോറോ 2 പെൻറ്റീൻ, പെൻറ്റ് 2 ഈനാണ്, അപ്പോൾ ഇവിടെ വരും. പിന്നെ 3 ക്ലോറോ എന്ന് പറയുമ്പം ഇവിടെ വരും. ഓക്കെ, അത് എഴുതി. ബി എന്ന് പറയുന്നത് ഇത് എ ആണ്, ബിയും കൂടെ എഴുതിയേക്കാം. ബി എന്ന് പറയുന്നത് 2 ക്ലോറോ 2 പെൻറ്റീൻ, പെൻറ്റീൻ എന്ന് പറയുന്നത് ഇത് അല്ലേ, 2 പെൻറ്റീൻ എന്ന് പറയുമ്പോൾ ഇത്, 2 ക്ലോറോ എന്ന് പറയുമ്പോൾ ഇത്. അപ്പോൾ 3 ക്ലോറോ 2 പെൻറ്റീനും 2 ക്ലോറോ 2 പെൻറ്റീനും നോക്കാവേ, അത് മിക്കവാറും ആയിരിക്കും തോന്നുന്നു. ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ സി ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ്. ഇവിടെ നിങ്ങൾ ഹൈഡ്രജനെ ആഡ് ചെയ്യുമ്പം CCCCCl. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്, കാരണം തന്നെ CH3 CH2 CH2 CH3 കണ്ടോ, ഒരെണ്ണം ക്ലോറിൻ, ഒരെണ്ണം പ്രൊപ്പൈൽ, ഒരെണ്ണം ഹൈഡ്രജൻ, ഒരെണ്ണം മീഥൈൽ. സോ ദിസ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. അപ്പം മറ്റേ ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും എങ്കിലും പെട്ടെന്ന് ചെയ്ത് തീർത്തോണം കേട്ടോ, മറ്റേ നിങ്ങൾക്ക് നോക്കാവുന്നുള്ളൂ. ഓക്കെ. 30. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ഇൻ SN1? നമ്മളിപ്പോൾ പറഞ്ഞോളൂ, SN1 റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. ഇവിടെ നമ്മൾ ബ്രോമിനെ മുറിച്ച് കളഞ്ഞു, ആൻഡ് ദിസ് ഇസ് എ സെക്കൻഡറി കാർബോകാറ്റയോൺ. ഇവിടെ ബ്രോമിനെ മുറിച്ച് കളഞ്ഞു, ദിസ് ഇസ് ഓൾസോ സെക്കൻഡറി അല്ലൈൽ കാർബോകാറ്റയോൺ. അല്ലൈൽ അല്ലേ നോക്കി, sp2 ഇവിടെ ഇതേതാ, sp2 കാർബോകാറ്റോൺ അല്ലൈൽ. പിന്നെ ഇത് നിങ്ങൾ ബ്രോമിൻ മുറിച്ച് കളഞ്ഞു, പ്ലസ് മക്കളെ ദിസ് ഇസ് ബെൻസൈൽ സെക്കൻഡറി കാർബോകാറ്റോൺ. അപ്പോൾ ഉറപ്പാണ് ഇത് വെട്ടി ഇതും വെട്ടി, അപ്പോൾ ഇതാകിക്കും. ഇനി ഇത് നോക്കാം, ഇത് മുറിയുമ്പോൾ പ്ലസ്, ഇത് പറ്റില്ല, ഇത് sp2 അല്ലേ, ഇത് വിനൈലാണ്. വിനൈൽ ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ, ബെൻസൈൽ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ. ആൻസർ ഈസ് ഓപ്ഷൻ 3 അല്ലേ. അപ്പോൾ SN1 റിയാക്ടിവിറ്റി ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്താൽ മതി. സ്റ്റെബിലിറ്റി കാർബോകാറ്റോണിൻ്റെ ഏറ്റവും നല്ലത് ഒന്നാമത്തെ സെക്കൻഡറിയാണ്, അത് ആൽക്കൈലാണ്. രണ്ടാമത്തെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോണാണ് അല്ലൈൽ. പക്ഷെ അതിനേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതൽ ബെൻസൈലാണ്, കാരണം ബെൻസൈലിന് കുറച്ചുകൂടി റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അല്ലൈലിന് റെസൊണൻസ് സ്ട്രക്ചർ 2 ഉള്ളൂ, ബെൻസൈലിന് 5 ഉണ്ട്. പിന്നെ അപ്പുറത്തുള്ളത് വിനൈലാണ്. വിനൈൽ നോക്കുക വേണ്ട, വിനൈൽ ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റോൺ. അപ്പോൾ വിനൈലും അല്ലൈലും മനസ്സിലായി നിങ്ങൾക്ക്. വിനൈൽ എന്ന് വെച്ചാൽ sp2 ആണ്, മറ്റേത് sp2 അടുത്ത് sp2 വരണം അല്ലേ. ശരിക്കും അത് sp3 ആണ്, ഞാൻ ബ്രോമിൻ പോയതിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആൻസർ 3. 31. മോണോക്ലോറിനേഷൻ ഓഫ് ടൊളുവീൻ ഇൻ സൺലൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ടൊളുവീൻ എടുത്തു. മോണോക്ലോറിനേഷൻ എന്ന് വെച്ചാൽ ഒരു ക്ലോറിൻ കയറിയാൽ മതി. സൺലൈറ്റ് എവിടെയാണ് മക്കളെ, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാൽ ബെൻസീൻ റിങ്ങിലല്ല ക്ലോറിൻ കയറുക, ഇവിടെ കയറും ബെൻസൈൽ ക്ലോറൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോറിൻ മാറി എന്ത് വരും, OH വരും അല്ലേ, CH2. ഇവിടെ ഏതാ H+ ആൻഡ് OH-, Cl മുറിഞ്ഞു, CH2OH ബെൻസൈൽ ആൽക്കഹോൾ. ആൻസർ ഈസ് ഓപ്ഷൻ 4 അല്ലേ. ഹൈഡ്രോളിസിസ് വിത്ത് അക്വസ് NaOH ആണ്, അക്വസ് NaOH ആണ്. അപ്പോൾ ഏത് മെക്കാനിസോ, SN1 മെക്കാനിസം ആണ്. അതുവഴി നിങ്ങൾക്ക് ബെൻസൈൽ ആൽക്കഹോൾ കിട്ടും. 32. 1 ഫിനൈൽ എത്തനോൾ അല്ലേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓക്കെ നോക്കാം, 1 ഫിനൈൽ എത്തനോൾ. എത്തനോൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. 1 ഫിനൈൽ എന്ന് വെച്ചാൽ ഒന്നാമത്തേൽ ഫിനൈൽ റിങ്. സോ ദിസ് ഇസ് CH3 ആൻഡ് ദിസ് ഇസ് CHOH. സോ ഇത് സെക്കൻഡറി ആണ്. അപ്പോൾ പ്രൈമറി എന്നുള്ള വെട്ടി. സെക്കൻഡറി അല്ലൈലിക് ആൽക്കഹോൾ ആൻഡ് ബെൻസൈലിക്, കണ്ടറിയാം ബെൻസൈലിക്കാണ്. സെക്കൻഡറി ബെൻസൈലിക് ആൽക്കഹോൾ. ആൻസർ ഈസ് ഓപ്ഷൻ 4. 33. 3,3-dimethyl but1-ene upon hydroboration oxidation gives അല്ലേ. നോക്കാവേ, 3,3-dimethyl but1-ene. but1-ene എന്ന് പറഞ്ഞാൽ ഇത് 1 2 3,3-dimethyl എന്ന് പറഞ്ഞാൽ CH3. ദിസ് ഇസ് CH3, ദിസ് ഇസ് CH3, ദിസ് ഇസ് CH ആൻഡ് ദിസ് ഇസ് CH2. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ നിങ്ങൾക്കറിയാം. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ്റെ പ്രൊഡക്റ്റ് എഴുതാൻ ഭയങ്കര സിമ്പിളാണ് അല്ലേ. ഹൈഡ്രോബൊറേഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി മാർക്കോണിക്കോസ് ആൽക്കഹോൾ എന്ന് ഓർത്താൽ മതി. അപ്പോൾ ആൻറ്റി മാർക്കോണിക്കോസ് രീതിയിൽ വാട്ടർ ആഡ് ചെയ്താൽ മതി. H2O, H+ ആൻഡ് OH- ആണ്. നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം വിൽ ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ അല്ല മോർ നമ്പർ. ഇങ്ങോട്ടും ഹൈഡ്രജൻ ഇങ്ങോട്ടും പോവും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് CH3C, CH3, CH3, CH2, CH2OH. അപ്പോൾ ആൻസർ 3-methyl butan-2-ol. നമുക്ക് നോക്കാം. 1 2 3 4. 3,3-dimethyl butan 1-ol ആണ്.
ഇപ്പം തെറ്റിപ്പോയി അല്ലേ. 3,3 ഡയമീഥൈൽ ബ്യൂട്ടാൻ 1 ആൻസർ 2. 3 ഈതൽ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, ആൻസർ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ ഓർത്താൽ മതി HBO റിയാക്ഷൻ ചോദിക്കുമ്പോഴേ ആൻറ്റി മാർക്കോണിക്കോസ് റൂട്ടിൽ ആൽക്കഹോൾ എഴുതി വിട്ടാൽ മതി, അത് ആൻസറാണ് കേട്ടോ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മേജർ പ്രൊഡക്റ്റ് ഫോംഡ് വെൻ ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് HNO3. ഫിനോൾ ഇതാണ് അല്ലേ, ഫിനോള് എന്ന് പറയുന്ന ഇതാണ്. ഡൈല്യൂട്ട് HNO3 നമുക്കറിയാം. ഫിനോളിൻ്റെ OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹൈലി ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആൻഡ് റിങ് ആക്ടിവേറ്റിംഗ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഡൈല്യൂട്ട് HNO3 ഉപയോഗിക്കാൻ കാരണം, ഇഫ് യു ആർ യൂസിങ് കോൺസെൻട്രേറ്റഡ് HNO3 നിങ്ങൾ യൂസ് ചെയ്താൽ മക്കളെ, നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ അകത്ത് OH ഓർത്തോയിലും പാരായിലും ഈ ഓർത്തോയിലും ഫുള്ള് നൈട്രോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് പിക്രിക് ആസിഡ് ആയിരിക്കും. പക്ഷേ അത് എന്തുകൊണ്ടാണ്, കോൺസെൻട്രേറ്റഡ് ആസിഡുമാണ്, പിന്നെ അത്രയും ആക്ടിവിറ്റി കൂടുതലാണ്. അപ്പം ഡൈല്യൂട്ട് ആണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ഓർത്തോയിലും പാരായിലും കിട്ടും. ഓർത്തോയിൽ OH ആൻഡ് NO2 അല്ലേ, ഓർത്തോ നൈട്രോ പ്രൊഡക്റ്റും അതുപോലെ പാരാ നൈട്രോ പ്രൊഡക്റ്റും കിട്ടും. അതിൽ ഓർത്തോ എന്ന് പറയുന്നതാണ് മേജർ. സാധാരണ പാരയാ മേജർ, ഓർത്തോ മേജർ ആവാൻ കാരണം ഇവിടെ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും കൂടെ ഉണ്ട് അല്ല, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്സും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻ്റർമോളിക്കുലാർ ഉണ്ട്, പക്ഷേ ഇയാൾക്ക് തമ്മിൽ നല്ല സ്റ്റെബിലിറ്റി, നല്ല ഒരു ഇൻട്രാക്ഷനുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഓർത്തോ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓർത്തോ നൈട്രോഫിനോൾ. ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. പാരായും അത്യാവശ്യം ഉണ്ടാകും കേട്ടോ, പക്ഷെ കൂടുതലും മേജർ എന്ന് പറയുന്നത് ഓർത്തോയാണ്. അടുത്തത്, ദി കറക്റ്റ് ഓർഡർ ഓഫ് റിലേറ്റീവ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഫീനോൾ ഈതൈൽ ആൽക്കഹോൾ വാട്ടർ. ഫിനോള് എന്ന് പറയുന്നത് ബെൻസീൻ റിങ്ങിൻ്റെ മേളിൽ OH, ഈതൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് CH3CH2OH പിന്നെ വാട്ടർ. ശരി, ഇത് മൂന്നിൻ്റെയും അസിഡിക് സ്ട്രെങ്തിൻ്റെ ഓർഡറാണ്. അപ്പം നിങ്ങളിതെല്ലാം H+ കളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക, ഫീനോക്സൈഡ് അയോൺ അല്ലേ, ഫീനോക്സൈഡ് അയോൺ വിച്ച് ഈസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്. പിന്നെ ഇവിടുന്ന് H+ കളഞ്ഞാൽ ഏതാ, എത്തോക്സൈഡ് അയോണാണ്, O-, പക്ഷേ ഇയാൾ +I ഗ്രൂപ്പാകുമ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് പുഷ് ചെയ്യും, ചാർജ് കൂടും, സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. ഇവിടെയോ സ്റ്റെബിലിറ്റി, ചാർജ് ഓടി നടക്കുമ്പോൾ സ്റ്റെബിലിറ്റി, റെസൊണൻസ് വരുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. പിന്നെ വാട്ടർ എന്ന കേസിൽ H+ പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് OH-. OH- ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നെഗറ്റീവ് ചാർജ് കൂട്ടാൻ ഇതേപോലത്തെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കുറച്ചുകൂടി ഭേദമാണ്. അപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റി ഇതിനാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, H+ പോയാലും ഇയാൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് H+ വിടുന്നത് ഫിനോൾ, അതിനുശേഷം വാട്ടർ, അതിനുശേഷമേ ഈതൈൽ ആൽക്കഹോൾ. സോ ഫിനോൾ, വാട്ടർ ആൻഡ് ഈതൈൽ ആൽക്കഹോൾ. ആൻസർ ഓപ്ഷൻ 2. അടുത്തത്, നമ്പർ ഓഫ് സെക്കൻഡറി ആൽക്കഹോൾ എമംഗ് ദി സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓഫ് C5H12O. C5H12O എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റം. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഇവിടെയേ വരത്തുള്ളൂ അല്ലേ. ശരി, ഇനി ഞാൻ ഈ കാർബൺ മുറിച്ച് ഇവിടെ കൊണ്ടിട്ടാലോ, COH ആൻഡ് C. ഇനി ഈ കാർബൺ മുറിച്ച് ഞാൻ ഇവിടെ കൊണ്ടിട്ടാൽ നടക്കുകയല്ല, കാരണം അത് ടെർഷറി ആൽക്കഹോളായി പോവും. ഇവിടെ അങ്ങോട്ട് ഒരു കാർബൺ വരുമ്പോൾ ടെർഷറി വരും. അപ്പോൾ ഇവിടെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഈ OH ഞാൻ ഇവിടെ കൊണ്ടിട്ടാലോ, അത് സെക്കൻഡറി അല്ല, ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലോ സെക്കൻഡറി ആൽക്കഹോളാണ്. നമുക്ക് നോക്കാം, C. ഇവിടെ OH വരുമ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ വരാം. ഇപ്പോൾ ഫോർമുല നിങ്ങൾ മാച്ച് ആവുന്ന നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ CH3 ഇത് കറക്റ്റാണെന്ന് നോക്കി, 5 കാർബൺ, 3 2 5 2 7 7 3 10 1 11 1 12. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ കറക്റ്റായി. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡറി ആൽക്കഹോൾ കിട്ടി, ഇവിടെ ഒരു സെക്കൻഡറി ആൽക്കഹോൾ. ഇനി വല്ലതും പറ്റുമോ, ഇനിയൊന്നും പറ്റത്തില്ല അല്ലേ. സോ ആൻസർ എത്രയാ, മൊത്തം 1 2 3 ആൽക്കഹോൾ. 3 ആൽക്കഹോൾ അല്ലേ, 3 എണ്ണം. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 2. 37. 2 കോമ്പൗണ്ട് തന്നിട്ട് NaOH പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. NaOH വരുമ്പം ഇതെന്തായാലും മുറിയത്തില്ല അല്ലേ, ഇത് സ്റ്റേഷനറി ആണ്, കാരണം ഇതൊരിക്കലും മുറിക്കാൻ പറ്റില്ല, ബെൻസീനോട് ഡയറക്റ്റ്ലി റിലേറ്റഡാണ്. ഇപ്പോൾ NaOHൽ Na+ ആൻഡ് OH- ഉണ്ട്. ബ്രോമിൻ ഇവിടുന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ചാർജ് വന്നാൽ ഈ OH ഇങ്ങോട്ട് കയറാം. അപ്പോൾ ഏതാത്, SN റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ന്യൂക്ലിയോഫൈൽ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ബെൻസീൻ, ഇവിടെ OH, അങ്ങനെ തന്നെ ഇവിടെ CH2OH എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ട്, ഓപ്ഷൻ 1.
പക്ഷെ അങ്ങനെ ചാടിക്കറി എഴുതരുത്. നോക്കിയേ, 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, 5 കാർബൺ, 5 കാർബണുണ്ട്. ഇവിടുന്ന് വാട്ടർ എലിമിനേഷൻ നടന്നാൽ ഇവിടെ എന്തായാലും ബ്രേക്ക് ആവില്ലല്ലോ അല്ലേ, ഇവിടെ എന്തായാലും പൊട്ടാൻ പോകുന്നില്ല. ഈ ഹൈഡ്രജൻ ഇവിടെയുള്ള OH കൂടെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞോ, ബെൻസീൻ റിങ്ങിൽ എത്രയാ, 1 2 3 4 5 5 കാർബണും ഒരു ഓക്സിജനും. 1 2 3 4 5 നോക്കിയോണേ 1 2 3 4 5. ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. ഓർത്തോണം കേട്ടോ, അവിടെ 2 OH ഉള്ളതുകൊണ്ട് വാട്ടർ എലിമിനേഷൻ നടക്കും. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രൈമറി ഹാലൈഡ്. പ്രൈമറി ഹാലൈഡ് അല്ലാത്തത്, ഐസോബ്യൂട്ടൈൽ ബ്രോമൈഡ്, നിയോപെൻറ്റൈൽ ക്ലോറൈഡ്, ഐസോപെൻറ്റൈൽ ബ്രോമൈഡ്, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. ആൻസർ ഈസ് ഓപ്ഷൻ 4. നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഐസോപ്രൊപ്പൈൽ എന്ന് വെച്ചാൽ എന്താ, CH3 CH CH3 Cl ആണ്. ദിസ് ഇസ് എ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. ബാക്കി നോക്കാം. ഐസോബ്യൂട്ടൈൽ എന്ന് വെച്ചാൽ CH3 CH CH3 CH2 Cl. മക്കളെ ദിസ് ഇസ് പ്രൈമറി അല്ലേ, ഇത് ആൻസർ അല്ല. നിയോപെൻറ്റൈൽ എന്ന് വെച്ചാൽ CH3 C CH3 CH3 4 പെൻറ്റൈൽ എന്ന് പറയുമ്പോൾ 5 CH2 Cl ആൻഡ് ദിസ് ഇസ് ഓൾസോ പ്രൈമറി. ദെൻ ഐസോപെൻറ്റൈൽ ഇതുപോലെ തന്നെ CH3 CH CH3 CH2 ഐസോബ്യൂട്ടൈലായി ആൻഡ് ദിസ് ഇസ് ഐസോപെൻറ്റൈലായി ആൻഡ് ദിസ് ഇസ് ഓൾസോ പ്രൈമറി. ദിസ് ഇസ് ഓൾസോ നോട്ട് ആൻസർ. അപ്പോൾ ആൻസർ ഏതാ, ഓപ്ഷൻ 4. 39. Which reagent cannot be used to prepare an alkyl chloride from an alcohol? ആൽക്കൈൽ ക്ലോറൈഡ് ആൽക്കഹോളിൽ നിന്നുണ്ടാക്കാൻ PCl5 ഉപയോഗിക്കാം. SOCl2 ബെസ്റ്റ് ആണ് അല്ലേ. SOCl2 ഉപയോഗിച്ചാലുള്ള പ്രത്യേകത തയോണൈൽ ക്ലോറൈഡ് അല്ലേ, അത് ഉപയോഗിച്ചാലുള്ള പ്രത്യേകത അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് SO2ഉം അതുപോലെ HCl അവർ ഗ്യാസ് ആയതുകൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോക്കോളും. NaCl ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ആൽക്കഹോളും NaCl ജസ്റ്റ് അവിടെ മുറിഞ്ഞ് Na+ ആൻഡ് Cl- ആയിട്ട് കിടക്കത്തേ ഉള്ളൂ. ഹൈഡ്രേഷൻ സംഭവിക്കും അല്ലെങ്കിൽ സോൾവേഷൻ സംഭവിക്കും. അതിന് കറക്റ്റായിട്ട് അയാളോട് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ HCl+ അൺഹൈഡ്രസ് ZnCl2 ലൂക്കാസ് റിയേജൻറ്റ്, അത് വെച്ച് നിങ്ങൾക്ക് ക്ലോറൈഡ് ഉണ്ടാക്കാം. പറ്റാത്തത് ആൻസർ ഈസ് ഓപ്ഷൻ 3. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽക്കൈൽ ഹാലൈഡ് ഹാസ് ദി ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. നോക്കാവേ, ഐസോപെൻറ്റൈൽ ക്ലോറൈഡ് 5 കാർബൺ, നിയോപെൻറ്റൈൽ 5 കാർബൺ, ക്ലോറോപെൻറ്റൈൻ 5 കാർബൺ, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇയാൾക്ക് എന്തായാലും കുറവാണ്, കാരണം അവിടെ 3 കാർബണുള്ളൂ, ഇവർക്കെല്ലാം 5. ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രാഞ്ചിങ് കൂടിയ ബോയിലിംഗ് പോയിന്റ് കുറയുക ചെയ്യുക. അപ്പോൾ ഇത് 1 ക്ലോറോപെൻറ്റൈൻ എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ചെയിൻ, നിയോപെൻറ്റൈലും ഐസോപെൻറ്റൈലൊക്കെ വരുമ്പോൾ ബ്രാഞ്ച് വരും. അപ്പോൾ ഹയസ്റ്റ് ആർക്കാ, ആൻസർ 3ക്കാണ് അല്ലേ. ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് വരുന്ന ബ്രാഞ്ച് ഇല്ലാത്ത ഓപ്ഷൻ 3. അടുത്തത്, സെക്കൻഡറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഒബ്റ്റെയിൻ ബൈ ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷൻ ഓഫ് നോർമൽ ബ്യൂട്ടൈൻ ഇസ് ഓൾവേസ്. സെക്കൻഡറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് CHCl CH2 Cl ആണ്, CH3 ആണ്. ഇസ് ഓൾവേസ് റസമിക് മിക്സ്ചർ. യെസ്, കാരണം ഇത് കൈറാൽ കാർബണാണ്. ഒരു മീഥൈൽ, ഒരു ഹൈഡ്രജൻ, ഒരു ക്ലോറിൻ, ഒരു ഈഥൈൽ, കൈറാൽ കാർബൺ. സോ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് ഡെക്സ്ട്രോ ആൻഡ് ലീവോ ഫോം. സോ ദിസ് ഇസ് 50-50 മിക്സ്ചർ. സോ ദാറ്റ്സ് വൈ ദിസ് ഇസ് കോൾഡ് എ റസമിക് മിക്സ്ചർ. രണ്ടും ഉണ്ടാകാനുള്ള ചാൻസ് 50-50 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. 42. Statement 1. Benzene reacts with the ICl, iodine monochloride, in presence of AlCl3 to form chlorobenzene. നമുക്ക് നോക്കാം. ബെൻസീൻ എടുത്തു, അതിലേക്ക് ICl എടുത്തു, ICl അൺഹൈഡ്രസ് AlCl3 ആണ്. നിങ്ങൾക്കറിയാം ഇതിൽ ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറിൻ മൈനസും അയഡിൻ പ്ലസും വരും. ഇത് ലൂയിസ് ആസിഡ് ആയതുകൊണ്ട് ഇയാളെ ഇത് കൊണ്ടുപോകും. ബാക്കിയുള്ള I+ റിങ്ങിലോട്ട് കയറുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന അയഡോ ബെൻസീൻ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ആരിറങ്ങി, H+, അത് ഇയാളുടെ അടുത്ത് പോയി Cl തിരിച്ചു മേടിച്ചു കഴിഞ്ഞാൽ HCl കിട്ടും. സോ അവർ പറയുന്നത് ബെൻസീൻ റിയാക്ട്സ് വിത്ത് ICl ഇൻ പ്രസൻസ് ഓഫ് AlCl3 ടു ഫോം ക്ലോറോബെൻസീൻ. നോ, തെറ്റിപ്പോയി. ദെൻ ICl gives Cl+ and I-. No, I+ and Cl-. ഇതും തെറ്റി. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 and സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഫോൾസ്. ആൻസർ ഇസ് ഓപ്ഷൻ 4. 43. By which of the following reaction tetrachloromethane can be converted to freon? ഫ്രിയോൺസ് എന്ന് വെച്ചാൽ എന്താ, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓഫ് മീഥെയിൻ ആൻഡ് ഈഥെയിൻ അങ്ങനെയാ പറയാം. അപ്പോൾ ഇവിടെ ടെട്രാക്ലോറോ മീഥെയിൻ ഉണ്ട് എന്ന് വെച്ചാൽ CCl4 ഉണ്ട്. അതിന് നിങ്ങൾക്ക് ഫ്രിയോൺ ആക്കണം. ഫോർ എക്സാമ്പിൾ CCl2 F2 ഒക്കെ ആക്കി മാറ്റണം. അങ്ങനെ മാറ്റാൻ ഫ്ലൂറിനെ കയറ്റണമെങ്കിൽ സ്വാട്സ് റിയാക്ഷൻ മാത്രമേ പറ്റുള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്തത്,
44. Which of the following reaction does not satisfy the open chain structure of glucose? ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലേ? മേളിൽ CHOയും പിന്നെ ഏതാ CH2 OHും പിന്നെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്നാണ്. ഗ്ലൂക്കോസ് ഓൺ റിഡക്ഷൻ വിത്ത് HI ആൻഡ് റെഡ് ഫോസ്ഫറസ് ഗീവ്സ് നോർമൽ ഹെക്സൈൻ ആൻഡ് 2-iodohexane. അത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ വെച്ചിട്ട് എഴുതുക. ഓർമ്മയുണ്ടോ? ഗ്ലൂക്കോസിലേക്ക് ഹൈഡ്രജൻ അയഡൈഡ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെക്സൈൻ കിട്ടും. വിച്ച് മീൻസ് ദാറ്റ് ഗ്ലൂക്കോസ് കണ്ടെയ്ൻസ് 6 കാർബൺ ആറ്റം ഇൻ സ്ട്രേറ്റ് ചെയിൻ ഫാഷൻ എന്ന് പറഞ്ഞ് പഠിച്ചാൽ. ഇനി ഗ്ലൂക്കോസ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്സിലമീൻ ടു ഗിവ് ഗ്ലൂക്കോസ് ഓക്സൈം. യെസ്, ബിക്കോസ് ഗ്ലൂക്കോസ് ഹാസ് ഫ്രീ CHO ഗ്രൂപ്പ്. ആൻഡ് ആഡ് എ മോളിക്യൂൾ ഓഫ് HCN ടു ഫോം ഗ്ലൂക്കോസ് സയനോഹൈഡ്രിൻ. യെസ്, ബിക്കോസ് ഓഫ് ദി CHO ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓക്സൈം എന്ന ഹൈഡ്രോക്സിലമീൻ്റെ കൂടെ ഓക്സൈം ഉണ്ടാക്കും. അതുപോലെ ഹൈഡ്രജൻ സയനൈഡിൻ്റെ കൂടെ സയനോഹൈഡ്രിൻ ഉണ്ടാക്കും. ദെൻ D+ ഗ്ലൂക്കോസ് ഫോംസ് 2 ഐസോമറിക് മീഥൈൽ ഗ്ലൂക്കോസൈഡ്സ്. അത് പറ്റില്ല. ഇതിന് 2 ഐസോമറിക് ഉണ്ടാക്കണം എന്ന് പറയണമെങ്കിൽ ഇത് ഏതൊക്കെ ആൽഫ ആൻഡ് ബീറ്റ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യണം. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് സ്ട്രക്ചറിലാണ്? പൈറനോസ് എന്ന് പറയുന്ന റിംഗ് സ്ട്രക്ചറിലാണ്. അപ്പോൾ ഓപ്പൺ ചെയിൻ വെച്ച് ഇത് മാത്രം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആൻസർ 3. അസറ്റൈലേഷൻ ഓഫ് ഗ്ലൂക്കോസ് വിത്ത് അസറ്റിക് ആസിഡ് ഗിവ്സ് ഗ്ലൂക്കോസ് പെൻഡാഅസറ്റേറ്റ്. യെസ്, ഇവിടെ 4 OH ഉണ്ട്, ഇവിടെ ഒരു OH കൂടെ കൂടി 5 OH. ഓപ്പൺ സ്ട്രക്ചർ വഴി വളരെ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഗ്ലൂക്കോസിന് 2 ഫോം ഉണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. അതൊരിക്കലും നമുക്ക് ഓപ്പൺ സ്ട്രക്ചർ വെച്ച് പറയാൻ പറ്റില്ല. അത് റിംഗ് സ്ട്രക്ചർ വെച്ചേ പറയാൻ പറ്റുള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ 3. 45. Glucose and galactose are having identical configuration in all the position except position C4. അല്ലേ? ഗ്ലൂക്കോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും ബാക്കി എല്ലാം സെയിം ആണ്. C4 മാത്രമാണ് വ്യത്യാസം. അത് നിങ്ങൾ എവിടെ നോക്കണം? മാൽട്ടോസിൻ്റെ അകത്ത് നോക്കിയാൽ മതി. മാൽട്ടോസിൽ കാർബണാറ്റങ്ങളുടെ പൊസിഷൻ നോക്കിയാൽ മതി. അത് നിങ്ങൾ എവിടെ നോക്കണം? ഗാലക്ടോസും ഗ്ലൂക്കോസും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഡൈസാക്രൈഡ് ആണ് ലാക്ടോസ്. ലാക്ടോസ് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് കാർബണിലാണ് ഡിഫറൻസ് എന്ന് കിട്ടും. ഏത് കാർബണിലാണ്? C4 പൊസിഷനിലാണ്. ആൻസർ ഈസ് ഓപ്ഷൻ 2. On oxidation with the mild oxidizing agent like bromine water, glucose oxidizes to. Glucose എന്താ സാധനം? CHO അല്ലേ? CHOH 4 times ദെൻ CH2OH ആണ് ഗ്ലൂക്കോസ്. അതിന് ഞങ്ങൾ പവർ കുറഞ്ഞ ഓക്സിഡൈസിങ് ഏജൻറ്റ് ബ്രോമിൻ വാട്ടറൊക്കെ വെച്ചാൽ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കറിയാം ആൽഡിഹൈഡും ഇത് പ്രൈമറി ആൽക്കഹോളിക് ലിങ്കേജുമാണ്. അപ്പോൾ എന്തുണ്ടാവും? CHOH സെക്കൻഡറി ആൽക്കഹോളിക് ലിങ്കേജ് അവിടെ ഇരിക്കും. പ്രൈമറി ആൽക്കഹോൾ പറ്റില്ല. സെക്കൻഡറി ആൽഡിഹൈഡ് എന്തായിട്ട് മാറും? COOH ആയിട്ട് മാറും, വിച്ച് ഇസ് കോൾഡ് ഗ്ലൂക്കോണിക് ആസിഡ്. ഇനി എങ്ങാനും നിങ്ങളിതിനെ നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടും COOH ആയിട്ട് മാറും. ഇവിടെ COOH 4 times COOH ആയിട്ട് മാറും ആൻഡ് വിച്ച് ഇസ് കോൾഡ് സാക്കറിക് ആസിഡ് അല്ലേ? അപ്പോൾ ആൻസർ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ 3. 47. An anomeric carbon atom of D+ glucose is C1 അല്ലേ? കാർബണിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ഏത് കാർബണിലാണ് ഡിഫറൻസ് വരുന്ന? അനോമർ എന്ന് വെച്ചാൽ HOHും OHHും തിരിഞ്ഞു വരുന്ന C1 കാർബൺ ആറ്റത്തിൽ. സോ ആൻസർ ഈസ് 1. കാരണം ഫസ്റ്റ് കാർബൺ ആറ്റത്തിലായിരുന്നല്ലോ നമ്മളുടെ എന്തിരുന്നത്? CHO. അതിലേക്ക് 5ാമത്തെ കാർബണിൽ നിന്ന് വരുന്ന OH അറ്റാക്ക് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ആൽഫ ബീറ്റ ഫോം കിട്ടുക. അപ്പോൾ C1 കാർബൺ ആറ്റം ഈസ് അനോമറിക് കാർബൺ ഓഫ് ഗ്ലൂക്കോസ്. 48. How many carbon atoms are there in pyranose ring? Pyranose ring എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? pyranose ring is this one. അതിൽ ഇത് കാർബൺ 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 5 കാർബണും ഒരു ഓക്സിജനും മൊത്തം 6 മെമ്പർ റിംഗ് ആണ്. പക്ഷേ ഹൗ മെനി കാർബൺ എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ 5 ആണ്. 49. Among the naturally occurring carbohydrates, furanose ring is found in the fructose unit of grain sugar. നിങ്ങൾക്കറിയാം ഫ്യൂറനോസ് എന്ന് പറയുന്നത് ഫ്യൂറനോസ് എന്ന് പറയുന്നത് ഇതാ സ്ട്രക്ചർ. ഫ്യൂറനോസ് 1 2 3 4 കാർബൺ ആറ്റം ഒരു ഓക്സിജനും. ഇതിൽ നമ്മൾ എഴുതുന്ന ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചറാണ്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേര് പൈറനോസ് സ്ട്രക്ചറും ഫ്രക്ടോസ് ഫ്യൂറനോസ് സ്ട്രക്ചറും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മാൾട്ടോസ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 alpha D ഗ്ലൂക്കോസ് അല്ലേ? മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ 2 alpha D ഗ്ലൂക്കോസ് ആണ്. ലാക്ടോസ് എന്ന് പറഞ്ഞതാ ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും ആണ്. അതുപോലെ സൂക്രോസ് എന്ന് പറയുന്നതും ഒന്നുകൂടെ പറയാം.
മാൾട്ടോസ് എന്ന് പറയുന്ന 2 ആൽഫ ഡി ഗ്ലൂക്കോസുകൾ കണക്ട് ചെയ്യുമ്പോഴാണ്. ലാക്ടോസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസും ഗാലക്ടോസും ആണ്. സൂക്രോസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് അവർ ചോദിച്ചേക്കുന്ന മാൾട്ടോസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? 2 ആൽഫ ഡി ഗ്ലൂക്കോസ്. ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 50. ആൻസർ ഈസ് ഓപ്ഷൻ 1. സോ വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഇതിൽ നോക്കിയാൽ മതിയായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.